അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദൻ, അള്ളാഹാണ് സദഖ ചെയ്യാൻ പറഞ്ഞത്, അള്ളാഹ് അതിന് പകരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉറച്ചു വിശ്വസിക്കുക, അതാണ് സദഖയുടെ അടിസ്ഥാനം. അത് എത്രമാത്രം ഒരാൾക്കുണ്ടോ അത്രമാത്രം അയാൾ ചെയ്യും. ഒരാളുടെ കയ്യിൽ പണം കൂടുന്നതനുസരിച്ച് അയാൾ ഔദാര്യവാനാകുകയില്ല എന്നത് വ്യക്തമാണ്. അതിന് മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുദൻ, നല്ല വിചാരം ഒരാൾക്കുണ്ടോ അതനുസരിച്ച് അയാൾ ചെയ്യും. വഅസ്ലുൽ ബുഖ്ലി വഫർഉഹു, പിശുക്കിന്റെ അടിസ്ഥാനം സൂഉൽ ദന്നി ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത ചിന്തയാണ്. ഇത് കൊടുത്താൽ കുറഞ്ഞു പോകും എന്നുള്ള ചിന്ത. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വലിയ്യുസ് സാലിഹീൻ വഅശ്ഹദു അന്ന നബിയ്യനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഇമാമുൽ മുത്തഖീൻ സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇഹി ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ അവിടുന്ന് ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിച്ചിരുന്നത് പരിശുദ്ധ റമദാനിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വകാന അജ്വദ മാ യകൂനു ഫി റമദാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാമുമായി കണ്ടുമുട്ടുന്ന സമയത്തായിരുന്നു അവിടുന്ന് ഏറ്റവും കൂടുതൽ ഔദാര്യം കാണിക്കാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖിൽ, സ്വഭാവ ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായിരുന്നു ഔദാര്യം എന്നുള്ളത്, ജൂദ്, കറം എന്ന് പറയുന്നത്. അത് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ കാരണമായിട്ടുണ്ട്. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വരും, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ധാരാളം സമ്പത്ത് കൊടുക്കും. അത് കണ്ട് അവരവരുടെ കബീലകളിൽ പോയി, നാടുകളിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും ഫഇന്ന മുഹമ്മദൻ യുൻഫിഖു നഫഖത മൻ ലാ യഖാഫുൽ ഫഖർ. ദാരിദ്ര്യം ഭയക്കാത്ത ഒരാളെ പോലെയാണ് മുഹമ്മദ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ കബീല മുഴുവൻ ഇസ്ലാമിലേക്ക് വരും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖ്, അതാണ് ഏറ്റവും ഉത്തമമായ സ്വഭാവം എന്ന കാര്യം നമുക്കറിയാം. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനിൽ അതിന്റെ മഹത്വം വർദ്ധിക്കും. ഈ റമദാനിൽ പ്രത്യേകിച്ച് ദാനധർമ്മങ്ങളുടെ മഹത്വം കൂട്ടുന്ന മറ്റൊരു സബബ് കൂടിയുണ്ട്. അതെന്താണ്? ആളുകൾ പൊതുവെ ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമാണ്. അങ്ങനെ പ്രയാസമുള്ള ദിവസം സദഖ ചെയ്യുന്നതിന് അജ്ർ കൂടുതലാണ്. സൂറത്ത് ബലദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഫലഖതഹമൽ അഖബ വമാ അദ്റാക മൽ അഖബ ഫഖു റഖബ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദീ മസ്ഖബ. ഫി യൗമിൻ ദീ മസ്ഖബ, പ്രയാസമുള്ള കാലത്ത് സദഖ ചെയ്യുക. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, സദഖയുമായി ബന്ധപ്പെട്ട് മുൻഗാമികളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ, അവരുടെ ചില ഉപദേശങ്ങൾ, അതാണ് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. عن أبي هريرة رضي الله عنه قال. ഇമാം ബുഖാരി സഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള സംഭവമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന അഖ്യറ الناس للمساكين ജഅഫർ ഇബ്നു അബി താലിബ്. ജഅഫർ ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു, ജഅഫർ അത്തയ്യാർ എന്നറിയപ്പെടുന്ന ഷഹീദായ സഹാബി. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ അബൂ താലിബിന്റെ മകനാണ്. അറിയപ്പെട്ട മുജാഹിദായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ അറിയപ്പെട്ട ആളാണ്. കാന അഖിറ الناس للمساكين ജഅഫർ ഇബ്നു അബി താലിബ്. മിസ്കീൻമാർക്ക് ഏറ്റവും ഉപകാരമുള്ള ആൾ, ഏറ്റവും നല്ല ആൾ ജഅഫർ ഇബ്നു അബി താലിബ് ആയിരുന്നു. കാന യൻഖലിബു ബിനാ ഫയുത്ഇമുനാ മാ കാന ഫീ ബൈതിഹി. അദ്ദേഹം ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകും, എന്നിട്ട് വീട്ടിലുള്ള ഭക്ഷണം എടുത്ത് ഞങ്ങൾക്ക് തരും. ഹത്താ ഇൻ കാന ലയഖ്റുജു ഇലൈനാ അൽഅഖ അല്ലതി ലൈസ ഫീഹാ ശൈഉൻ ഫയശഖുഹാ ഫനൽഅഖുഹാ. അപ്പോൾ ഭക്ഷണത്തിന്റെ എന്തെങ്കിലും അവസാനം ബാക്കിയായ വസ്തു വരെ അദ്ദേഹം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരും. അങ്ങനെ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഞങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. النافع قال ما مات ابن عمر رضي الله عنه حتى اعتق 1000 انسان او زاد. നമ്മൾ പറഞ്ഞതാണ് ഈ കിതാബിൽ സഹാബത്തിന്റേതായി പറയപ്പെടുന്ന സംഭവങ്ങളൊക്കെ സഹീഹാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു 1000 അടിമകളെ മോചിപ്പിച്ചിട്ടാണ് മരണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 1000 അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട്.
നാഫി റഹിമഹുല്ലാഹ് പറയുന്നു, കാന ഇബ്നു ഉമർ ഇദാ ഇസ്തദ്ദ അജബുഹു ബിശൈ, ഇബ്നു ഉമറിന് എന്തെങ്കിലും ഒരു വസ്തുവിനോട് ഇഷ്ടം തോന്നിയാൽ, മിമാലിഹി തന്റെ സ്വത്തിൽപ്പെട്ട എന്തെങ്കിലും ഒരു വസ്തുവിനോട്, ഖറബഹു റബ്ബിഹി അസ്സ വജൽ, അല്ലാഹുവിന് വേണ്ടി അത് സദഖ ചെയ്യും. നമുക്കറിയാം അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്, ലൻ തനാലുൽ ബിർറ, നിങ്ങൾ പുണ്യം നേടുകയില്ല അഥവാ യഥാർത്ഥ പുണ്യവാന്മാരാവുകയില്ല, ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെലവഴിക്കുന്നത് വരെ. അത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. സദഖയുടെ ഒരു മര്യാദയാണ്, കൊടുക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ളതാണ്. വലാ തയമ്മമുൽ ഖബീസ മിൻഹു തുൻഫിഖൂൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൽ ഏറ്റവും മോശപ്പെട്ടത് അതെടുത്ത് ചെലവഴിക്കരുത്, നിങ്ങൾക്ക് ഉറപ്പുള്ളത്, ആവശ്യമില്ലാത്തത്. വലസ്തും ബിആഖിരിഹി, അതിന്റെ മാനദണ്ഡം അല്ലാഹു പറഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമില്ലാത്തത് എന്നെങ്ങനെ തീരുമാനിക്കാം? ഒരാൾ ഇതേ വസ്തു നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നാൽ നിങ്ങൾ അത് വാങ്ങൂല, ഇല്ല അൻ തുഗ്മിദൂ ഫീഹി, കണ്ണടച്ചുകൊണ്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ അതൃപ്തിയോടുകൂടി അല്ലാതെ അത് ഇങ്ങോട്ട് വാങ്ങുകയില്ല. അങ്ങനെയുള്ള വസ്തു എടുത്ത് സദഖ ചെയ്യും. ചില ആൾക്കാർ കാണും, പഴയ വസ്ത്രം, ആവശ്യം കഴിഞ്ഞ വസ്ത്രം, അത് നല്ലതാണെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷെ ഉപയോഗിച്ച് ദ്രവിച്ച് ഇങ്ങോട്ട് കിട്ടിയാൽ നമ്മൾ വാങ്ങാത്ത അത്രയും ആയിട്ടുള്ള ഒരു സാധനം, അതല്ല സദഖ ചെയ്യേണ്ടത്. വലസ്തും ബിആഖിരിഹി ഇല്ല അൻ തുഗ്മിദൂ ഫീഹി വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, നിങ്ങൾ അറിയുക അല്ലാഹു നിങ്ങളെ ആവശ്യമില്ലാത്തവനാണ്. അല്ലാഹുവിന് ഈ മിസ്കീന് കൊടുക്കാൻ മാത്രം ഉണ്ട് അല്ലാഹുവിന്റെ കയ്യിൽ. അല്ലാഹുവിന്റെ പരീക്ഷണമാണ്, ഈ മിസ്കീനെ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നു എന്ന് മാത്രം. അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട സാധനം സദഖ ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു വസ്തു വാങ്ങി അതിനോട് നല്ലൊരു ഇഷ്ടം തോന്നിയാൽ അപ്പോൾ അത് സദഖ ചെയ്യും. വകാന റഖീഖുഹു ഖദ് അറഫു ദാലിക മിൻഹു, അങ്ങനെ അദ്ദേഹത്തിന്റെ അടിമകൾ ഈ വിവരം അറിഞ്ഞു. ചില ആളുകൾ, നമുക്കറിയാം അന്നത്തെ ഏറ്റവും വലിയൊരു സ്വത്താണ് അടിമകൾ എന്ന് പറയുന്നത്. അപ്പോ അടിമകളിൽപ്പെട്ട ചില ആൾക്കാർ ഈ വിവരം അറിയും. ഫറുബ്ബമാ ശമ്മറ അഹദുഹും, അപ്പൊ ചിലരെന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു അടിമക്ക് സ്വാതന്ത്ര്യം കിട്ടണം, മോചിതനാവണം എന്ന് തോന്നിയാൽ വളരെ ആവേശം കാണിക്കും. ഫയൽസമുൽ മസ്ജിദ്, പള്ളിയിൽ തന്നെ ചടഞ്ഞുകൂടും. അടിമയോട് ഇഷ്ടം തോന്നുന്നത് പണിയെടുക്കുന്നത് കണ്ടിട്ടല്ല. ഇബ്നു ഉമറിന് ഒന്നിനോട് ഇഷ്ടം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ദീനിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. അപ്പൊ ഈ അടിമ കൂടുതൽ ഇബാദത്ത് ചെയ്യും. ഫൈദാ റആഹു ഇബ്നു ഉമർ അലാ തിൽകൽ ഹസന, അങ്ങനെ ഈ പുണ്യങ്ങൾ ചെയ്യുന്നതായി, നന്മ ചെയ്യുന്നതായി കണ്ടാൽ ആതഖഹു, ഇബ്നു ഉമർ മോചിപ്പിക്കും. ഫയഖൂൽ ലഹു അസ്ഹാബുഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പറയും, യാ അബാ അബ്ദുറഹ്മാൻ. അപ്പൊ നോക്കൂ, സഹാബത്ത് പരസ്പരം കുഞ്ഞത്താറ്റിനെ വിളിച്ചിരുന്നു. കുഞ്ഞത്ത് വിളിക്കുക എന്നുള്ള സുന്നത്താണ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സുന്നത്ത് മാറ്റിയിട്ട് കുഫാറുകളുടെ സുന്നത്ത് എടുത്തിട്ടുണ്ട്. വേറെ ലഖബുകൾ അവർ കൊണ്ടുവന്ന ഡോക്ടർ, പ്രൊഫസർ, അതല്ല വേണ്ടത്. ആ കുഞ്ഞത്തിന്റെ സ്ഥാനത്താണ്, പേരിന്റെ മുമ്പാണ് കുഞ്ഞത്ത് വെക്കുക, അവിടെയാണ് ഇപ്പൊ ഇത് വെച്ചിട്ടുള്ളത് എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ സുന്നത്താണ്. യാ അബാ അബ്ദുറഹ്മാൻ വല്ലാഹി മാ ബിഹിം ഇല്ലാ അൻ യഖ്ദഉക, ഇവർ നിങ്ങളെ വഞ്ചിക്കുകയാണ്, ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായിരിക്കുന്നതല്ല. ഫയഖൂലു ഇബ്നു ഉമർ, ഇബ്നു ഉമർ പറയും, മൻ ഖദഅനാ ബില്ലാഹി ഖദഅനാ ലഹു ഇൻ ഖദഅനാ ലഹു, അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഒരു അസറാണ്. മൻ ഖദഅനാ ബില്ലാഹി ഇൻ ഖദഅനാ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിനെ കൊണ്ട് നമ്മൾ പറ്റിക്കുന്നത്, അതായത് ഇബാദത്ത് ചെയ്തിട്ടാണല്ലോ പറ്റിക്കുന്നത്, അള്ളാഹുവിന്റെ വിഷയത്തിൽ നമ്മെ പറ്റിച്ചാൽ ഇൻ ഖദഅനാ ലഹു, നമ്മൾ പറ്റിക്കാൻ നിന്ന് കൊടുക്കും, അത് നമുക്ക് തർക്കടില്ല എന്ന് അദ്ദേഹം പറയും. ഫലഖദ് റഅയ്തുനാ, ഇബ്നു ഉമർ റളിയല്ലാഹു പറയുകയാണ്, ഒരു കാലഘട്ടം എനിക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. ദാത അശിയത്തിൻ, ഒരു വൈകുന്നേരം, വറാഹ ഇബ്നു ഉമർ അലാ നജീബിൻ ലഹു, നാഫി റഹിമഹുല്ലാഹ് പറയാം, ഒരു ദിവസം വൈകുന്നേരം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു നല്ല കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയായിരുന്നു. ഖദ് അഖദഹു ബിമാലിൻ അദീം, വലിയ സംഖ്യ കൊടുത്ത് വാങ്ങിയതാണ്. ഫലമ്മ അഅജബഹു ഖാല, ആ കുതിര വളരെ നല്ലതായി അദ്ദേഹത്തിന് തോന്നി, അതിന്റെ ഓട്ടവും ആരോഗ്യവും ഒക്കെ. ഖാല യാ നാഫി അജ്മിലൂഹു വഅശ്ഇറൂഹു വഅദ്ഖിലൂഹു ഫിൽ ബുദൻ, ഒട്ടകമായിരിക്കും. നജീബ് എന്ന് പറഞ്ഞാൽ നല്ല കരുത്തുള്ള വാഹനത്തിന് പറയുന്നതാണ്, നല്ല ഉപകാരമുള്ള വാഹനം. അപ്പൊ ഇതിന് നല്ല കരുത്തുണ്ട്, വേഗതയുണ്ട് എന്ന് കണ്ടപ്പോ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ നാഫി അജ്മിലൂഹു വഅശ്ഇറൂഹു, ഇതിന്റെ മുടി വളർത്തി ഈ ഉദ്ഹിയത്തിന് അറുക്കാൻ വേണ്ടി, ഹജ്ജിന് അറുക്കാൻ വേണ്ടിയിട്ട് അതിനെ മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് എന്തിനോട് ഇഷ്ടം തോന്നിയാലും അത് സദഖ ചെയ്യുമായിരുന്നു എന്നർത്ഥം. അന്നാഫി റഹിമഹുല്ലാഹ് ഖാല ഇസ്തഹ ഇബ്നു ഉമർ ഹൂതൻ, ഒരിക്കൽ ഇബ്നു ഉമറിന് മീൻ തിന്നാൻ ആഗ്രഹം തോന്നി. ഫശ്തറൈതു ലഹു സമകതൻ, അങ്ങനെ ഞാനൊരു മീൻ വാങ്ങി. ഫശവൈതു, അങ്ങനെ അത് ചുട്ടു. ഫവദഅതു ബൈന യദൈഹി, അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് കൊണ്ടുപോയി വെച്ചു. ഫജാഅ സായിലുൻ ഫഅമറ ബിഹാ കമാ ഹിയ, അങ്ങനെ ഒരു യാചകൻ വന്നു അദ്ദേഹം ഈ മീൻ തിന്നായിരിക്കുന്ന സമയത്ത്. അപ്പൊ അതുപോലെ അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മാദാഖ മിൻഹാ ശൈഅൻ, അതിനൊരു കഷ്ണം പോലും തിന്നില്ല. ഇയാൾ വന്നപ്പോ അത് മുഴുവനായി ആഗ്രഹിച്ചിട്ട് കിട്ടിയതാണ്, പക്ഷെ അത് ആവശ്യക്കാരൻ വന്നപ്പോ കൊടുത്തു. ഫഖാലു നുഅതിഹി ഖൈറൻ മിൻ സമനിഹ,
അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, ഇയാൾക്ക് വേറെ എന്തെങ്കിലും കൊടുക്കാം, പൈസ കൊടുക്കാം, ഈ മീനിന്റെ വില എത്രയാണോ അതിനേക്കാൾ കൂടുതൽ കൊടുക്കാം. ഫഅബ, പക്ഷെ അദ്ദേഹം സമ്മതിച്ചില്ല. അന്നാഫിയൻ അന്ന ഇബ്നു ഉമറ ഇഷ്തഹ ഇനബൻ വഹുവ മരീദുൻ, ഒരിക്കൽ അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് മുന്തിരി തിന്നണമെന്ന് തോന്നി. ഫഷ്തറൈതു ലഹു ഉൻഖൂദൻ ബിദിർഹം, ഒരു ദിർഹം കൊടുത്തിട്ട് ഒരു മുന്തിരിക്കുല വാങ്ങി. ഫജിഅതു ബിഹി ഫവളഅതുഹു ഫി യദിഹി, അദ്ദേഹത്തിന്റെ കയ്യിൽ അത് കൊടുത്തു. ഫജാഅ സായിലുൻ ഫഖാമ അലൽ ബാബ്, ആ സമയത്ത് ഒരു യാചകൻ വന്ന് വാതിൽക്കൽ നിന്നു. ഫഖാല ഇബ്നു ഉമർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഫഅഹു ഇലൈഹി, അയാൾക്കത് കൊടുക്കുക. ഖുൽതു ദുഖ് മിൻഹു, ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് രുചി നോക്കുക, ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കുക, എന്നിട്ട് ബാക്കി അയാൾക്ക് കൊടുക്കാം, കുറച്ച് തിന്നാന്നർത്ഥം. അദ്ദേഹം പറഞ്ഞു, ഖാല ലാ ഇദ്ഫഅഹു ഇലൈഹി ഫദഫഅതുഹു ഇലൈഹി, അല്ല, അത് മുഴുവനായും അയാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു, അത് കൊടുത്തു. അൻ അബുൽ ആലിയ, അബുൽ ആലിയ അൽ-റിയാഹി റഹിമഹുല്ലാഹ്, താബിഇയാണ്, അടിമയായിരുന്നു, പിന്നീട് ഇസ്ലാം സ്വീകരിക്കുകയും അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് വലിയ ആലിമായ താബിഇയാണ്, വലിയ ഖാരി ആയിരുന്നു. അദ്ദേഹം പറയുന്നു, ഖാല കുന്തു ഇൻദ ആയിഷ വഇൻദഹ നിസ്വത്തുൻ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. വഇൻദഹ നിസ്വ, അവരുടെ അടുത്ത് ചില സ്ത്രീകളുണ്ട്. ഫഅതാഹ സായിലുൻ, ആ സമയത്ത് ഒരു യാചകൻ വന്നു. ഫഅമറത് ലഹു ബിഹബ്ബത്തിൻ മിൻ ഇനബ്, ആയിഷ റളിയല്ലാഹു അൻഹ അയാൾക്ക് മുന്തിരി കൊടുക്കാൻ പറഞ്ഞു. ഫതഅജ്ജബ്ന നിസ്വ, അപ്പൊ ഈ സ്ത്രീകൾ അത്ഭുതപ്പെട്ടു, കാരണം ഒരു മുന്തിരിയാണ് കൊടുക്കാൻ പറയുന്നത്, അവിടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എടുത്തു കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു, ഒരു മുന്തിരി, ഒരു ഒറ്റ മുന്തിരി. അപ്പൊ തഅജ്ജബ്ന നിസ്വ, ഈ സ്ത്രീകൾ അത്ഭുതപ്പെട്ടു, എന്താണ് ഒരു മുന്തിരി കൊടുക്കുന്നത്, സ്വതക്ക ചെയ്യാൻ മാത്രം അത് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഫഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇന്ന ഫീഹാ ദർറൻ കസീറ, അതില് ഒരുപാട് ദർറത്തുണ്ട് എന്ന് പറഞ്ഞാൽ, ദർറത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ ഉറുമ്പിന്റെ വലുപ്പം എന്നാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ എന്നാണല്ലോ. അപ്പൊ ഈ ഒരു മുന്തിരിയിൽ ഒരുപാട് ദർറത്തിന്റെ അളവ് നോക്കിയാൽ അത് തന്നെ ധാരാളമാണെന്ന് അർത്ഥം. അപ്പൊ സ്വതക്ക എത്ര ചെറുതാണെങ്കിലും അത് നിസ്സാരമായി കാണേണ്ടതില്ല എന്നർത്ഥം. അൻ ഉർവത അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാല, ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഖാല റഅയ്തുഹാ തുഖസ്സിമു 70,000, അവര് 70,000 ദിർഹമോ ദീനാറോ വീതിച്ചു കൊടുക്കുന്നത്, സദഖ ചെയ്യുന്നത് ഞാൻ കണ്ടു. വഹിയ തുറക്കഉ ദിർഅഹ, അവരുടെ ദിർ എന്ന് പറഞ്ഞാല് സ്ത്രീകളിടുന്ന വസ്ത്രം രണ്ട് തരത്തിലാണ്. ഒന്ന് അവരുടെ ശരീരത്തിന് ഉള്ളിലുള്ള വസ്ത്രം, അതാണ് ദിർ എന്ന് പറയുന്നത്. പിന്നെ പുറമെ ജിൽബാബ്. അപ്പൊ ഈ ഉള്ളിൽ അവരിടുന്ന വസ്ത്രം അത് തുന്നിക്കൂട്ടിയതായിരിക്കും, അത് അവർ തന്നെ സ്വന്തം കൈകൊണ്ട് തുന്നിക്കൂട്ടി കീറിയ വസ്ത്രമാണ് എടുക്കുന്നത്. അതേ സമയത്ത് 70,000 ദിർഹം അവർ സദഖ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉർവത്ത് ഇബ്നു സുബൈർ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മഹറമാണ്, അവര് ആയിഷ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയുന്നതാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖാല, മാ റഅയ്തു ഇംറഅതൈനി അജ്വദ മിൻ ആയിഷ വ അസ്മാ, ആയിഷയെയും അസ്മാനെയും പോലെ, രണ്ടുപേരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് റളിയല്ലാഹു അൻഹുമ, അവരെ പോലെ ഔദാര്യവാന്മാരായ രണ്ട് സ്ത്രീകളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വജൂദുഹുമ മുഖ്തലിഫുൻ, രണ്ടുപേരും രണ്ട് തരത്തിലാണ് അവരുടെ ഔദാര്യം. അമ്മ ആയിഷ ഫകാനത് തജ്മഉ അശ്ശൈഅ ഇല അശ്ശൈഇ ഹത്താ ഇദാ കാന ഇജ്തമഅ ഇൻദഹാ ഖസ്സമത്, രണ്ടുപേർക്കും രണ്ട് സ്വഭാവമാണ്, രണ്ട് രീതിയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യും, അവർ കിട്ടുന്ന ചെറിയ ചെറിയ വസ്തുക്കൾക്ക് എടുത്തു വെക്കും, എന്നിട്ട് കുറെ ആയി കഴിഞ്ഞാൽ അത് ആളുകൾക്ക് കൊടുക്കും, വീതിച്ചു കൊടുക്കും. അമ്മ അസ്മാ ഫകാനത് ലാ തുംസികു ശൈഅൻ ലിഗദ്, എന്നാൽ അസ്മാ ആകട്ടെ അവർ നാളേക്ക് വേണ്ടി ഒന്നും എടുത്തു വെക്കുമായിരുന്നില്ല, കിട്ടിയത് അപ്പോൾ തന്നെ സദഖ ചെയ്യുമായിരുന്നു. ഇത് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് സഹീഹ് എന്ന് പറഞ്ഞിട്ടുള്ള അഥറാണ്, അദബുൽ മുഫ്രദിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ്. عن أبي نضرة قال أتيت عثمان بن أبي العاص في أيام العشر, ഉസ്മാൻ ബിൻ അബിൽ ആസിന്റെ അടുത്ത് ഞാൻ ചെന്നു, അദ്ദേഹം സ്വഹാബിയാണ്. ഫി അയ്യാമിൽ അശർ, അവസാനത്തെ 10 ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ദുൽഹിജ്ജയിൽ 10 ദിവസമായിരിക്കാം. വകാന ലഹു ബൈത്തുൻ ഖദ് അഖ്ലാഹു ലിൽ ഹദീസ്, അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു, അദ്ദേഹം ആളുകളുമായി ഇരിക്കാൻ വേണ്ടി ഒരു മജ്ലിസായി മാറ്റിവെച്ചിരുന്ന ഒരു കെട്ടിടമുണ്ടായിരുന്നു. ഫമറ അലൈഹി ബികബ്ഷ്, അങ്ങനെ ഒരാടുമായിട്ട് അതിൽ നടന്നുപോയി. ഫഖാല ലി സാഹിബിഹി ബികം അഖസ്ത, എത്ര അതിന് വില എന്ന് ചോദിച്ചു. ഫഖാല ബിസ്നി 10 ദിർഹമൻ, 12 ദിർഹമാണ്. ഫഖുൽതു ലൗ കാന മഅ 12 ദിർഹമൻ, അദ്ദേഹം പറയാൻ, എന്റെ അടുത്ത് ഇതുപോലെ 12 ദിർഹം ഉണ്ടായിരുന്നെങ്കിൽ ഇഷ്തറൈതു ബിഹാ കബ്ശൻ ഫളഹൈതു വഅത്അംതു ഇയാലി, ഞാൻ ആടിനെ വാങ്ങുമായിരുന്നു, എന്നിട്ട് അതിനറുത്ത് എന്റെ ഉദ്ഹിയത്തറുത്ത്, അപ്പോൾ ദുൽഹിജ്ജയിൽ 10 ദിവസമായിരിക്കും, എന്റെ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. ഫലമ്മാ ഖുംതു തബഅനി റസൂൽ ഉസ്മാൻ ബിസുറ, അങ്ങനെ അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് പോയപ്പോ ഉസ്മാൻ ബിൻ അബിൽ ആസ് എനിക്കൊരു കിഴി കൊടുത്തയച്ചു. ഈ സംഭവം പറയുന്ന വ്യക്തിയാണ് ചോദിച്ചത്, ആടിന്റെ വില ചോദിച്ചത്.
അപ്പൊ അത് കേട്ടിട്ട് ഉസ്മാൻ ഇബ്നു അബ്ദുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ ഇറങ്ങിപ്പോയതിനു ശേഷം ഒരു കിഴി കൊടുത്തയച്ചു. ഫിഹാ 50 ദിർഹമൻ, 50 ദിർഹം അതിലുണ്ടായിരുന്നു. ഫമാ റഅയ്തു ദറാഹിമ ഖത്ത് കാനത് അഅ്ളമ ബറകത മിൻഹാ. അദ്ദേഹം പറയുകയാണ്, ഈ 50 ദിർഹത്തേക്കാൾ ബർക്കത്തുള്ള ഒരു പണം ഞാൻ കണ്ടിട്ടില്ല. അഅതാനി വഹുവ ലഹാ മുഹ്തസിബ്. കാരണം അദ്ദേഹം ഇഖ്ലാസോടെയാണ് അത് തന്നത്. വഅന ഇലൈഹ മുഹ്താജ്, ഞാൻ ആവശ്യക്കാരനുമായിരുന്നു. അപ്പോ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആട് കിട്ടാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ തന്നെ വലിയ സംഖ്യ സദഖ ചെയ്തു. عن مالك الدار رحمه الله أن عمر ابن الخطاب رضي الله عنه أخذ 400 دينار. അവിടെ അറിയപ്പെട്ടൊരു സംഭവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു 400 ദീനാർ എടുത്തു. فجعلها في سرة, എന്നിട്ട് ഒരു കിഴിയിലാക്കി. فقال للغلام, എന്നിട്ട് ഒരു അടിമയോട് പറഞ്ഞു, اذهب بهم إلى أبي عبيدة ابن الجراح. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് സഹാബത്തിന്റെ കൂട്ടത്തിൽ അമീനു ഹാദിഹിൽ ഉമ്മ എന്നറിയപ്പെടുന്ന സഹാബിയാണ്, ഈ ഉമ്മത്തിലെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തി. അദ്ദേഹത്തിന് ഇത് ഏൽപ്പിക്കുക എന്ന് പറഞ്ഞു. ثم تله ساعة في البيت حتى تنظر ما يصنع. പിന്നെ അവിടെ കുറച്ച് സമയം നിൽക്കണം, എന്താണ് അദ്ദേഹം ചെയ്യുന്നത് നോക്കണം. فذهب به الغلام إليه فقال, അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു, ഈ അടിമ ചെന്നിട്ട് പറഞ്ഞു, يقول لك أمير المؤمنين اجعل هذه في بعض حاجتك. നിങ്ങളുടെ ആവശ്യത്തിന് ഈ 400 ദീനാർ ചെലവഴിക്കാം. 400 ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയമാണ്, വലിയ സംഖ്യയാണ്. അപ്പൊ ഇത് താങ്കളുടെ ആവശ്യങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വസലഹുല്ലാഹ് വറഹിമഹു, അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അദ്ദേഹവുമായി ബന്ധം ചേർക്കട്ടെ. ثم قال, എന്നിട്ട് പറഞ്ഞു, തആലി യാ ജാരിയ, അവിടെയുള്ളൊരു അടിമപ്പെണ്ണിനെ വിളിച്ചു. ഇദ്ഹബി ബിഹാദിഹി 7 ഇലാ ഫുലാൻ ബിഹാദിഹി 5 ഇലാ ഫുലാൻ. 7 ദീനാർ ഇന്നയാൾക്ക് കൊടുക്കുക, 5 ദീനാർ ഇന്നയാൾക്ക് കൊടുക്കുക. ഹത്താ അൻഫദഹ, അങ്ങനെ മുഴുവൻ തീർത്തു. ഫർജഅൽ ഗുലാമു വഅഖ്ബറഹു, ഈ അടിമ മടങ്ങി വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവോട് വിവരം പറഞ്ഞു. ഫവജദഹു ഖദ അഅദ്ദ മിസ്ലഹു ഇലാ മുആദ് ബിൻ ജബൽ. അപ്പോൾ ഇതുപോലെ 400 ദീനാർ ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുആദ് ബിൻ ജബലിന് കൊടുക്കാൻ വേണ്ടി. അതുപോലെ ഈ അടിമയെ പറഞ്ഞയച്ചു. ഇതുപോലെ ഈ അടിമ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇത് തന്നെ അവിടെയും സംഭവിച്ചു. ഇദ്ഹബി ഇലാ ബൈത്തി ഫുലാൻ ബികദ, ഇദ്ഹബി ഇലാ ബൈത്തി ഫുലാൻ ബികദ, ഇത്ര ദീനാർ ഇന്നയാൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു. ഫത്തലഅത് ഇംറഅതു മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തു വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു, നഹ്നു വല്ലാഹി മസാകീൻ, നമ്മളും മിസ്കീന്മാരാണ്. ഫഅഅതിന, അതുകൊണ്ട് നമുക്കും എന്തെങ്കിലും എടുത്തു വെക്കണം. വലം യബ്ഖ ഫിൽ ഖിർഖത്തി ഇല്ലാ ദീനാറാൻ, 2 ദീനാർ മാത്രമേ ആ കീഴിൽ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ഫദഫഅ ബിഹിമാ ഇലൈഹിമാ, ആ 2 ദീനാർ ഭാര്യയ്ക്ക് കൊടുത്തു. വറജഅൽ ഗുലാമു ഇലാ ഉമർ ഫഅഖ്ബറഹു, ഉമർ റളിയല്ലാഹു അൻഹുവോട് ഈ അടിമ വന്നിട്ട് വിവരം പറഞ്ഞു, രണ്ടുപേരും ഇങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞു. വസുറ ബിദാലിക, ഉമർ റളിയല്ലാഹു അൻഹു വളരെ സന്തോഷമായി. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹും ഇഖ്വത്തുൻ ബഅ്ളുഹും മിൻ ബഅ്, ഇവർക്ക് സഹോദരന്മാരാണ്, എല്ലാവരും ഒരുപോലെ തന്നെയായിരിക്കും എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. عن هشام بن عروة أن معاوية اشترى من عائشة بيتا ب100,000 بعث بها إليها. معاوية رضي الله عنه 1,00,000 ദിർഹം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തയച്ചു. فما أمست وعندها درهم, വൈകുന്നേരമായപ്പോഴത്തേക്ക് 1 ദിർഹം പോലും ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ബാക്കിയുണ്ടായിരുന്നില്ല. ഒരു വീട് വാങ്ങിയതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വീട് മുആവിയ റളിയല്ലാഹു അൻഹു വില കൊടുത്ത് വാങ്ങി 1,00,000 അതിന്റെ വിലയായിട്ട് കൊടുത്തയച്ചു. അന്ന് വൈകുന്നേരമായപ്പോ 1 ദിർഹം പോലും ബാക്കിയില്ല. വഅഫ്തറത് അലാ ഖുബ്സിൻ വസൈത്, അവർ നോമ്പ് തുറന്നത്, അന്ന് നോമ്പ് നോറ്റിരിക്കുകയായിരുന്നു, നോമ്പ് തുറന്നത് ഒരു ഖുബ്സും ഓയിൽ, എണ്ണ, ഒലിവ് ഓയിൽ, അതുകൊണ്ടാണ് നോമ്പ് തുറന്നത്. വഖാലത് ലഹ മൗലാത്തുൻ ലഹ, അവരുടെ വീട്ടിലെ വേലക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞു, യാ ഉമ്മൽ മുഅ്മിനീൻ ലൗ കുൻതി ഇശ്തറൈത ലനാ ബിദിർഹമിൻ ലഹ്മൻ, ഇതിൽ 1 ദിർഹം കൊണ്ട്, 1,00,000-ൽ 1 ദിർഹം എടുത്തു വെച്ചിട്ട് അതുകൊണ്ട് ഇറച്ചി വാങ്ങിയിരുന്നെങ്കിൽ നോമ്പ് തുറക്കാൻ ഭക്ഷണം ഉണ്ടാക്കാമായിരുന്നു. ഖാലത്ത്, അവർ പറഞ്ഞു, ഫഹല്ല ദക്കർതീനി, നിനക്ക് എന്നെ ഓർമ്മിപ്പിക്കാമായിരുന്നില്ലേ. അപ്പൊ ഇവര് സ്വതക്ക ചെയ്യുന്നത് ഒരു തക്കല്ലുഫായിട്ടല്ല, ജാടയായിട്ടല്ല, മറിച്ച് അവരുടെ സ്വാഭാവികമായ പ്രകൃതിയാണ്. എടുത്തു കൊടുക്കുമ്പോൾ അവർ ചിന്തിക്കുന്നില്ല, വൈകുന്നേരം നോമ്പ് തുറക്കേണ്ട കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അത്രമാത്രം സ്വന്തം കാര്യം മറന്ന് സാധുക്കളുടെ കാര്യത്തിൽ അവർ ചിന്തിച്ചിരുന്നു. അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നത്. ഇറച്ചി വാങ്ങാൻ പറ്റാത്തത് കൊണ്ടോ ഒന്നുമല്ല, അതിന് മറിച്ച് അത്രയും അവരുടെ മനസ്സ് അത് ആഖിറത്തുമായി ബന്ധപ്പെട്ടതായിരുന്നു. എങ്ങനെ കൂടുതൽ അജ്റുണ്ടാക്കാം, എങ്ങനെ സാധുക്കൾ കൂടുതൽ സഹായിക്കാം, ഇതായിരുന്നു അവരുടെ ചിന്ത. അൻ മൈമൂൻ ഇബ്നു മെഹ്റാൻ റഹിമഹുല്ലാഹ്, താബിഈയായ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഖാല ദഖൽതു ബൈത അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഇബ്നു ഉമറിന്റെ വീട്ടിൽ ഞാൻ പോയി. ഫമാ കാന ഫീഹി മാ യുസവ്വി സാജി ഹാദാ,
വലഖദ് ജാഅത്ഹു 20,000 മിൻ ബഅദിൽ ഉമറ. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ ഒട്ടകത്തിന്റെ കുതിരപ്പുറത്തോ ഒട്ടകപ്പുറത്തൊക്കെ വിരിക്കുന്ന വിരിപ്പ്, അതിന്റെ വിലയുള്ള ഒരു വസ്തു പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ വളരെ ദാരിദ്ര്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം, അല്ലെങ്കിൽ വളരെ സുഹൃത്തോടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. വലഖദ് ജാഅത്ഹു 20,000 മിൻ ബഅദിൽ ഉമറ. 20,000 ദിർഹമോ ദീനാറോ അദ്ദേഹത്തിന് ഒരു ഭരണാധികാരി കൊടുത്തയച്ചു, ഒരു അമീർ കൊടുത്തയച്ചു. ഫഅമറ ബിഹാ ഫഖുസ്സിമത്. അദ്ദേഹം അത് മുഴുവൻ വീതം വെച്ചു, സദഖ ചെയ്തു. വനസിയ അഹ്ല ബൈത്തിൻ കാന യുഅതീഹിം. അദ്ദേഹം പതിവായി സദഖ ചെയ്യുന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു, ഒരു കുടുംബം ഉണ്ടായിരുന്നു. പതിവായി അദ്ദേഹമാണ് അവർക്ക് ചെലവിന് വേണ്ട പണം കൊടുക്കുന്നത്. അവരുടെ കാര്യം മറന്നുപോയി. ഫസ്തഖറദ 1000 ഫഅതാഹും. അവർക്ക് വേണ്ടി 1000 ദിർഹം അദ്ദേഹം കടം വാങ്ങി. ഇത് കഴിഞ്ഞപ്പോൾ 1000 കടം വാങ്ങിയിട്ട് അവർക്ക് കൊടുത്തു. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, സലാസത്തുൻ ലാ ഉകാഫിഉഹും. 3 പേർക്ക് പകരം ചെയ്യാൻ എനിക്ക് കഴിയില്ല. അവർ ചെയ്ത ഉപകാരം അതിന് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് കഴിയില്ല. അത്ര വലിയ 3 ആളുകളുണ്ട്. ആരൊക്കെയാണ്? റജുലുൻ വസ്സഅ ലി ഫിൽ മജ്ലിസ്. എനിക്ക് ഒരു മജ്ലിസിൽ സ്ഥലം, സീറ്റ് വിശാലമാക്കി തന്ന ഒരാൾ. എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ഇൽമിന്റെ മജ്ലിസുകളിൽ അടുത്തിരിക്കുന്നതാണ് സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സഹാബത്ത് അങ്ങനെയാണ് ഇരിക്കുന്നത്. അതിനിടയിൽ ഒരാൾ വന്നാൽ സ്ഥലം വിശാലമാക്കി കൊടുക്കുക എന്നുള്ളത്, അയാൾക്ക് ഇരിക്കാൻ സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, വഇദാ ഖീല ലക്കും തഫസ്സഹു ഫിൽ മജാലിസി ഫഫ്സഹു യഫ്സഹില്ലാഹു ലക്കും. അങ്ങനെ ഇരിപ്പിടം വിശാലമാക്കി കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത നൽകും. പറഞ്ഞാൽ നമ്മുടെ റിസ്കിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നൽകും. അപ്പൊ അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ ഒരാൾ ചെയ്തു തന്നാൽ അയാൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് സാധിക്കില്ല, അത്ര വലിയ ഉപകാരമാണ്. ലാ അഖ്ദുറു അൻ ഉകാഫിഅഹു വലു ഖറജ്തു ലഹു മിൻ ജമീഇ മാ അംലിക്. എന്റെ സ്വത്ത് മുഴുവൻ ഞാൻ എടുത്തവന് കൊടുത്താലും അവന് പകരം കൊടുത്തു എന്ന് എനിക്ക് തോന്നുകയില്ല. അത്ര വലിയ ഉപകാരമാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇത് നല്ല മനസ്സുള്ള ആളുകളുടെ ചിന്ത അങ്ങനെയായിരിക്കും. നല്ല മനസ്സുള്ള ഒരാൾ എപ്പോഴും തനിക്ക് അങ്ങോട്ട് കൊടുക്കാനുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുക. തനിക്ക് ആരോടൊക്കെയാണ് ബാധ്യതയുള്ളത്, ആരൊക്കെയാണ് തനിക്ക് ഉപകാരം ചെയ്തിട്ടുള്ളത്, അതിനെക്കുറിച്ച് ചിന്തിക്കും. എന്നാൽ മോശമായ ഒരാൾ എപ്പോഴും കിട്ടാനുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുക. ആൾക്കാരെന്നോട് പെരുമാറുന്നത് അത്ര പോരാ, എന്നെ വേണ്ടമാതിരി പരിഗണിക്കുന്നില്ല, അതായിരിക്കും ചിന്തിക്കുക. അപ്പൊ ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്. വസാനി മൻ ഇഗ്ബറത് ഖദമാഹു ബിൽ ഇഖ്തിലാഫി ഇലയ്യ. രണ്ടാമത്തേതാരാണ്? ഒരാള് എന്നെ കാണാൻ വേണ്ടി നടന്നു വന്ന് അവന്റെ കാല് പൊടി പിടിച്ചു, എന്നാൽ കുറച്ച് ദൂരെ നിന്ന് എന്നെ കാണാൻ വേണ്ടി നടന്നു വന്നു. ഫഇന്നി ലാ അഖ്ദുറു അൻ ഉകാഫിഅഹു വലോ ഖതർതു ലഹു മിൻ ദമി. എന്റെ രക്തം ഞാൻ അവന് പിഴിഞ്ഞു കൊടുത്താലും അതിന് പകരമാവുകയില്ല. ഒരാൾ എന്നെ കാണാൻ വേണ്ടി, സന്ദർശിക്കാൻ വേണ്ടി വന്നു. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മളെ കാണാൻ ഒരാൾ വന്നാൽ നമുക്കൊരു ശല്യമായിട്ടായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. അപ്പോ അവന്റെ വീട്ടിലിരുന്നപ്പോ ചിന്തിച്ചു, ഇന്ന വ്യക്തിയെ കാണണം എന്നവന്റെ മനസ്സിൽ തോന്നി. അള്ളാഹുവിന്റെ പേരിൽ നമ്മെ സ്നേഹിച്ച് നമ്മുടെ അടുത്തേക്ക് വന്നു. അത് വലിയൊരു പുണ്യമായിട്ടാണ്, നമ്മോട് ചെയ്യുന്ന വലിയൊരു കാര്യമായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നത്. വസാലിസ്, മൂന്നാമത്തെ ആള് ലാ അഖ്ദുറു ഉകാഫിഅഹു ഹത്താ യുകാഫിഅഹു റബ്ബുൽ ആലമീന അന്നി. ഇപ്പോ 3 ആളും ഇങ്ങനെ ദർജ കൂടിയവരാണ്. ആദ്യത്തെ ആൾക്ക് സ്വത്ത് മുഴുവൻ കൊടുത്താലും പകരാവില്ല. രണ്ടാമത്തെ ആൾ ദൂരെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്, അയാൾക്ക് രക്തം കൊടുത്താലും മതിയാവുകയില്ല. മൂന്നാമത്തെ ആൾക്ക് അള്ളാഹുവിനെ അയാൾക്ക് പകരം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് മാത്രമേ ഇയാൾക്ക് പ്രത്യുപകാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാരാണ്? മൻ അൻജല ബി അൽ ഹാജ ലം യജിദ് ലഹാ മൗദിഅൻ ഗൈരി. അവനൊരാവശ്യമുണ്ടായി, എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നു, അതെന്നോട് പറഞ്ഞു, വേറെ ആരോടും പറയാതെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അത് ഒരു വലിയ കാര്യമായിട്ടാണ്, ഒരു ഔദാര്യമായിട്ടാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു കാണുന്നത്. നമ്മളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരാളൊരു ആവശ്യം ചോദിച്ചാൽ നമുക്കതൊരു ഭാരമായിരിക്കും. നേരെ മറിച്ച് മറ്റാരോടും ചോദിക്കാതെ അവൻ എന്നോട് ചോദിച്ചല്ലോ എന്നോർത്തിട്ട് ഇവന് ആ ചോദിച്ചതിന് പകരം കൊടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല, അള്ളാഹുവിനെ അത് സാധിക്കുകയുള്ളൂ എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇതാണ് അൽ ഖൽബു സലീം എന്ന് പറയുന്നത്, നല്ല മനസ്സ്. നല്ല മനസ്സിലുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്? യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നേരെ മറിച്ച് നമുക്ക് കിട്ടിയത് പോരാ, ഇനിയും ഇനിയും വേണം എന്ന ആർത്തിയുള്ള ഒരു മനസ്സ്, അത് ആ മനസ്സിന്റെ ചിന്ത വേറെ ആയിരിക്കും. അത് ആഗ്രഹിക്കുന്നതും അത് വലുതായി കാണുന്നതും ചെറുതായി കാണുന്നതൊക്കെ വേറെ വസ്തുക്കളും വേറെ കാര്യങ്ങളായിരിക്കും. സഹാബത്തിന്റെ ജീവിതത്തിൽ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കാണാം. അതുപോലെ താബീങ്ങളുടെയും അത്ബാഉ താബീന്റെയും. അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട്, ഒരു യാചകൻ വന്നു, അദ്ദേഹം കുറച്ച് പൈസ കൊടുത്തു. ഇമാം ഇബ്നു കസീർ ബിദായ നിഹായയിൽ പറയുന്നതാണ്. ഈ സംഖ്യ വാങ്ങിയിട്ട് ഈ മിസ്കീൻ തിരിച്ചുപോയി. അപ്പൊ അടുത്ത് ഇരുന്ന ഒരാള് ഇബ്നു മുബാറക്കിനോട് പറഞ്ഞു, ഇവർക്ക് ഇങ്ങനെ കൊടുക്കരുത്. ചോദിച്ചു വരുന്ന ഈ ആളുകള്, ഇവരൊക്കെ വളരെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, നമ്മളെക്കാളും നല്ല നിലക്കാണ് ഇവർ ജീവിക്കുന്നത്. ആൾക്കാരോട് യാചിക്കും, എന്നിട്ട് നല്ല
വില കൂടിയ ഭക്ഷണമൊക്കെയാണ് കഴിക്കുന്നത്. അന്നേരം അദ്ദേഹം പറഞ്ഞു, ഫലൂദ അന്ന് ഉള്ളതാണ്, അതൊക്കെയാണ് ഇവരുടെ ഭക്ഷണം എന്ന് പറഞ്ഞു. അപ്പോ ഇബ്നു മുബാറക് അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, ഈ യാചകനെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് കുറച്ചുകൂടി പൈസ കൊടുത്തു. ഈ ഭക്ഷണം കഴിക്കാൻ ഞാൻ തന്നത് തികയില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൂടുതൽ കൊടുത്തു എന്നാ പറയാം. അപ്പൊ അങ്ങനെയുള്ള മനസ്സാണ് സലഫുകൾക്കുണ്ടായിരുന്നത്. كان سعيد بن العاص يدعو إخوانه وجيرانه في كل جمعة فيصنع لهم الطعام. സഈദ് ഇബ്നുൽ ആസ് റഹിമഹുല്ലാ അദ്ദേഹം വെള്ളിയാഴ്ച ദിവസം തന്റെ കൂട്ടുകാരെയും അയൽവാസികളൊക്കെ വിളിച്ചുകൂട്ടി ഭക്ഷണം കൊടുക്കുമായിരുന്നു. ويخلع عليهم الثياب الفاخرة, വില കൂടിയ വസ്ത്രം അവർക്ക് കൊടുക്കും. ويأمر لهم بالجوائز الواسعة, വലിയ ഹദിയകൾ അവർക്ക് കൊടുക്കും. ويبعث إلى عيالاتهم بالبر الكثير, മടങ്ങി പോകുമ്പോൾ അവരുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വസ്തുക്കൾ കൊടുത്തയക്കും, സമ്മാനങ്ങൾ കൊടുത്തയക്കും. وكان يوجه مولا له في كل ليلة جمعة فيدخل المسجد ومعه صرر فيها دنانير فيضعها بين يدي المصلين. വെള്ളിയാഴ്ച രാവിലെ അദ്ദേഹം തന്റെ ഒരു അടിമയെ പറഞ്ഞേക്കും, കുറെ കിഴിയിൽ സ്വർണ്ണനാണയങ്ങൾ നിറച്ച്, എന്നിട്ട് പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന ആളുകളുടെ കാലിന്റെ അടുത്ത് കൊണ്ടുപോയി വെക്കും. وكان قد كثر المصلون في كل ليلة جمعة في مسجد الكوفة. ഇത് കാരണം അദ്ദേഹം നമസ്കരിച്ചിരുന്ന പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ തിരക്കായിരിക്കും അദ്ദേഹത്തിന്റെ ഈ ദിനാർ കിട്ടാൻ വേണ്ടി. عن محمد بن سيرين رحمه الله أن رجلا من أهل البصرة جلب سكرا إلى المدينة فكسد عليه. മദീനയിലേക്ക് ഒരാള് പഞ്ചസാര കച്ചവടത്തിന് വന്നു, ബസ്രയിൽ നിന്ന്, ഇറാഖിൽ നിന്ന്. അങ്ങനെ ഈ കൊണ്ടുവന്ന പഞ്ചസാര അയാൾക്ക് നഷ്ടമായി, കച്ചവടം നഷ്ടമായി. فذكر ذلك لعبد الله بن جعفر. അബ്ദുല്ലാഹ് ബിൻ ജഅഫർ റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ വിവരം പറഞ്ഞു. فأمر أن يشتريه ثم يدعو الناس فيهبهم إياه. അദ്ദേഹം അത് മുഴുവനായി വാങ്ങി വിതരണം ചെയ്തു, ആളുകൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. عن محمد بن مصعب قال الحسن البصري رحمه الله نظرت في السخاء. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി പറയാണ്, സഖാ എന്ന് പറഞ്ഞാൽ ഔദാര്യം, ഔദാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു, ദാനധർമ്മത്തെക്കുറിച്ച്, ഔദാര്യശീലത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഫമാ വജദ്തു ലഹു അസ്ലൻ വലാ ഫർഅൻ. അപ്പോൾ അതിന്റെ അടിസ്ഥാനമായി എനിക്കൊരു കാര്യമാണ് മനസ്സിലായത്, ഒരാൾക്ക് ഔദാര്യവാനാകാനുള്ള മാർഗം എന്താണ്? ഇല്ലാ ഹുസ്നുൽ ദന്നി ബില്ലാഹി, അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദന്ന്. അള്ളാഹാണ് സദഖ ചെയ്യാൻ പറഞ്ഞത്, അള്ളാഹ് അതിന് പകരം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഉറച്ചു വിശ്വസിക്കുക, അതാണ് സദഖയുടെ അടിസ്ഥാനം. അത് എത്രമാത്രം ഒരാൾക്കുണ്ടോ അത്രമാത്രം അയാൾ ചെയ്യും. അത് നമുക്ക് കാണാവുന്നതാണ്. ചില ആളുകൾ വലിയ പണക്കാരായിരിക്കും, പക്ഷെ അവരെ കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരം ഉണ്ടാവില്ല. ചില മിസ്കീന്മാരായ ആളുകൾ കടം വാങ്ങിയിട്ടൊക്കെ മറ്റുള്ളവരെ സഹായിക്കും. അപ്പോ എന്ത് മനസ്സിലാക്കാൻ, ഒരാളുടെ കയ്യിൽ പണം കൂടുന്നതനുസരിച്ച് അയാൾ ഔദാര്യവാനാകുകയില്ല എന്നത് വ്യക്തമാണ്. അതിന് മറിച്ച് അള്ളാഹുവിനെ കുറിച്ചുള്ള ഹുസ്നുൽ ദന്ന്, നല്ല വിചാരം ഒരാൾക്കുണ്ടോ അതനുസരിച്ച് അയാൾ ചെയ്യും. വഅസ്ലുൽ ബുഖ്ലി വഫർഉഹു, പിശുക്കിന്റെ അടിസ്ഥാനം സൂഉൽ ദന്നി ബില്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചീത്ത ചിന്തയാണ്. ഇത് കൊടുത്താൽ കുറഞ്ഞു പോകും എന്നുള്ള ചിന്ത. അനിൽ ഔസാഇ റഹിമഹുല്ലാഹ്, ഇമാം ഔസാഇ അദ്ദേഹം പറയുന്നു, സലാത്തുൻ മൻ കുന്ന ഫീഹി ഫഖദ് ബരിഅ മിനശ് ശുഹ്. മൂന്ന് കാര്യങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അവൻ പിന്നെ പിശുക്കനാണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ഔദാര്യത്തെക്കുറിച്ച് നമ്മൾ കുറെ വലിയ വലിയ സംഭവങ്ങൾ പറഞ്ഞു, സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയും വിശാലമായ ദാനധർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരാളിപ്പോ അതിൽ കുറച്ച് കുറവ് വരുത്തിയാലും ഒരാൾ പിശുക്കൻ എന്ന് പറയാൻ പാടില്ല. പിശുക്കിന്റെ പരിധി എന്താണ്? അദ്ദേഹം പറയുകയാണ്, മൻ അദ്ദാ സക്കാത്ത മാലി, സ്വന്തം പണത്തിന്റെ സക്കാത്ത് കൊടുത്തു, ഫർളായ സക്കാത്ത് ഒരാൾ കൊടുത്തു. വഖിറൽ ലൈഫ്, അതിഥിയെ സൽക്കരിക്കുന്നുണ്ട്, അതിഥി വന്നാൽ വീട്ടിൽ താമസിപ്പിക്കും, ഭക്ഷണം കൊടുക്കും. വഅഅതാ ഫിൻ നവാഇബ്, അതുപോലെ പൊതുവായ വിപത്തുകൾ ഉണ്ടാകുമ്പോ അപ്പോ ആ സമയത്ത് അയാളുടെ കയ്യിൽ മിച്ചമായ പണമുണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അവൻ പിന്നെ പിശുക്കനല്ല. അപ്പൊ ഈ പൊതുവായ ദുരിതങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അപ്പൊ ഞാൻ സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, ഞാൻ വാജിബായ ചെലവുകളൊക്കെ കുടുംബത്തിന് ചെലവ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു നിൽക്കാൻ പാടില്ല. ചില പണ്ഡിതന്മാർ ആ വിഷയം വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ക്ഷാമം ഉണ്ടാകുന്ന സമയത്ത്, വരൾച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് സക്കാത്തിൽ കൂടുതൽ ഭരണാധികാരിക്ക് വേണമെങ്കിൽ നിർബന്ധിച്ച് പണക്കാരുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചെടുത്ത് മിസ്കീന്മാർക്ക് കൊടുക്കാം എന്നൊക്കെ ഫുഖഹാക്കൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. عن سلمة بن سليمان رحمه الله قال جاء رجل إلى عبد الله بن المبارك فسأله أن يقضي دينا عليه. عبد الله بن المبارك رحمه الله അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് തനിക്ക് കടമുണ്ട് എന്ന് പറഞ്ഞു, കടം വീട്ടാൻ സഹായിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. فكتب له إلى وكيل له. അബ്ദുല്ലാഹ് ബിൻ മുബാറക് അദ്ദേഹത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാൾക്ക് ഒരു എഴുത്ത് കൊടുത്തു. فلما ورد عليه الكتاب قال له الوكيل, അങ്ങനെ കത്തുമായി ചെന്നപ്പോ
ഈ പണമിടപാട് നടത്തുന്ന ആള് ഇബ്നുൽ മുബാറക്കിന്റെ സെക്രട്ടറി പോലെയുള്ള ഈ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു, കമിദ്ദീൻ അല്ലദീ സഅൽത ഫീഹി അബ്ദുല്ലാഹ് യഖ്ദിഹു അൻക, നീ എത്ര സംഖ്യയാണ് ചോദിച്ചത്? ഖാല 700 ദിർഹം, 700 ദിർഹമാണ്. ഫകതബ ഇല അബ്ദുല്ലാഹ്, അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു മുബാറക്കിന് ഒരു എഴുത്ത് അങ്ങോട്ട് അയച്ചു. അന്ന ഹാദ റജുല സഅലക അൻ തഖ്ദി അൻഹു 700 ദിർഹം വകതബ ഇലൈഹി 7000 ദിർഹം ഖദ് ഫനിയത്തിൽ ഗല്ലാത്ത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ 700 ദിർഹത്തിന്റെ കൂടെ അദ്ദേഹം ഒരു 7000 ദിർഹം കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 7 പുറത്തിട്ടിട്ടുണ്ട്. 700 7700 ആക്കിയിട്ടുണ്ട് അദ്ദേഹം. ഫഖതബ ഇലൈഹി അബ്ദുല്ലാഹ് ഇൻ കാനത്തിൽ ഗല്ലാത്ത് ഖദ് ഫനിയത്, നമുക്കാണെങ്കിൽ പിന്നെ വരുമാനമില്ല, കൊടുക്കാൻ മാത്രമുള്ള സംഖ്യ നമ്മുടെ കയ്യിലില്ല. അപ്പൊ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഇൻ കാനത്തിൽ ഗല്ലാത്ത് ഖദ് ഫനിയത്, നമ്മുടെ വരുമാനം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഇന്നൽ ഉംറ അയ്ദൻ ഖദ് ഫനിയ, എനിക്ക് ഈ 7700 എന്നുള്ളത് അദ്ദേഹം എഴുതി ചേർത്തതല്ല, 700 ആണ് ഇയാൾ ആവശ്യപ്പെട്ടത്. ഇബ്നു മുബാറക്കിന് തെറ്റുപറ്റിയതാണ്. അദ്ദേഹം 7700 എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ വലിയ സംഖ്യ ആയതുകൊണ്ട് സംശയം വന്നപ്പോ ഉറപ്പുവരുത്തിയതാണ്. അപ്പോ ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറയാണ്, ഞാൻ ഏതായാലും 7700 എന്ന് എഴുതിയല്ലോ, അത്രയും സ്വത്ത് നമ്മുടെ കയ്യിലില്ല എന്നാണ് പറയുന്നത്. അപ്പൊ സ്വത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ഉംറ അയ്ദൻ ഖദ് ഫനിയ, എന്റെ ആയുസ്സും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, മരണത്തോട് അടുത്തിട്ടുണ്ട്. ഫഅജ്രി ലഹു മാ സബഖ ബിഹി ഖലമി ലഹു, അതുകൊണ്ട് ഞാൻ എന്താണോ എഴുതിയത് തെറ്റാണെങ്കിലും അത് കൊടുത്തേക്കുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. جاءت امرأتنا الليث بن سعد رحمه الله, അദ്ദേഹം വലിയ മുഹദ്ദിസായിരുന്നു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നു. തസ്അലുഹു അസലൻ, അദ്ദേഹത്തോട് തേൻ ചോദിച്ചിട്ടാണ് വരുന്നത്. വമഅഹാ ഖിദ്ഹുൻ, തേൻ എടുക്കാനുള്ള പാത്രമുണ്ട്. വഖാലത് സൗജി മരീദൻ, എന്റെ ഭർത്താവ് രോഗിയാണ്, അതുകൊണ്ട് മരുന്നായിട്ട് തേൻ ചോദിക്കാൻ വന്നതാണ്. ഫഖാല അഅതൂഹാ റാവിയത അസൽ, അദ്ദേഹം പറഞ്ഞു, ഈ തേനിന്റെ വലിയ വീപ്പുണ്ട്, അത് മുഴുവനായിട്ട് കൊടുത്തേക്കുക എന്ന് പറഞ്ഞു. ഫഖാലു യാ അബൽ ഹാരിസ് സഅലത് ഖിദ്ഹൻ, അവർ ചോദിച്ചത് ചെറിയൊരു പാത്രത്തിൽ തേൻ കൊടുക്കാനാണ്. ഖാല സഅലത് അലാ ഖദ്രിഹാ വനുഅതിഹാ അലാ ഖദ്രിനാ, ലൈഥ് സഅദ് പറഞ്ഞു, അവളുടെ വലുപ്പത്തിനനുസരിച്ച് ചോദിച്ചു. ഒരു മിസ്കീനാണ്, അവളുടെ നിലയും വില അനുസരിച്ച് ചോദിച്ചു. നമ്മൾ നമ്മുടെ വലുപ്പത്തിനനുസരിച്ചാണ് കൊടുക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം. മറ്റുള്ള ഏതെങ്കിലും മുഹദ്ദിസീങ്ങൾ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഉലമാക്കളൊക്കെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഹദിയ കൊടുത്തയച്ചാൽ, ഒരു പാത്രത്തിൽ തമ്ര കൊടുത്തയച്ചൊരിക്കൽ വേറെ ഒരു ആലിം, അദ്ദേഹം തിരിച്ച് അതേ പാത്രത്തിൽ സ്വർണം നിറച്ചിട്ട് തിരിച്ചു കൊടുത്തയച്ചു. അങ്ങനെയുള്ള വലിയൊരു പിന്നെ ഔദാര്യവാനായിരുന്നു ലൈഥ് ഇബ്നു സഅദ് റഹിമഹുല്ലാഹ്. അദ്ദേഹം ഇൽമും സമ്പത്തും വിതരണം ചെയ്യുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് അദ്ദേഹം ധാരാളമായി കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സിറയിൽ കാണാം. അൻ മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാഹ് ഖാല കാന ഇബ്നു ശിഹാബ് അസ്-സുഹരി മിൻ അസ്ഖൻ നാസ്, മുഹമ്മദ് ഇബ്നു ശിഹാബ് അസ്-സുഹരി അദ്ദേഹം അറിയപ്പെട്ട ഒരു ഔദാര്യവാനായിരുന്നു. താബിഈയായ വലിയ ഇമാമാണ്. അതുപോലെ തന്നെ പിന്നെ വളരെയധികം സദഖ ചെയ്യുന്ന ആളായിരുന്നു. ഫലമ്മ അസാബത്തിൽ അംവാൽ ഖാല ലഹു മൗലൻ ലഹു വഹുവ യഅദുഹു, ഇദ്ദേഹത്തിന് പിൽക്കാലത്ത് ആദ്യകാലത്ത് ദാരിദ്ര്യം കഷ്ടപ്പാടായിരുന്നു. പിന്നീട് കുറെ പണമുണ്ടായി, പണക്കാരനായപ്പോ അദ്ദേഹത്തിന്റെ ഒരു അടിമ അദ്ദേഹത്തോട് പറഞ്ഞു, റഅയ്തു മാ മറ അലൈക മിൻ അൽ-ളിഖി വശിദ്ദ, താങ്കൾ ഒരുപാട് ദാരിദ്ര്യവും കഷ്ടപ്പാടും അനുഭവിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഫൻദുർ കൈഫ തകൂനു വഅംസിക് അലൈക മാലക്, അതുകൊണ്ട് കുറച്ച് പൈസ എടുത്തു വെക്കണം, ഇനിയും അങ്ങനത്തെ അവസ്ഥ ഉണ്ടാകരുത് എന്ന് പറഞ്ഞ അടിമ യജമാനെ ഉപദേശിക്കാൻ. ഫഖാല ലഹു ഇബ്നു ശിഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞു, വൈഹക് ഇന്നി ലം അറൽ കരീമ തഹ്കുമുഹു തജാരിബ്, ഒരു മാന്യൻ ഔദാര്യവാൻ അവന് ഒരിക്കലും അനുഭവങ്ങൾ അവനെ നിയന്ത്രിക്കുകയില്ല. എങ്ങനെ അനുഭവം ഉണ്ടായിട്ട് ചില ആൾക്കാർ പറയും, പിന്നെ എന്താ പറയാ, അറബിയിൽ ഒരു പഴഞ്ചൊല്ലുന്നുണ്ട്, ഇത്തഖി ശർറ മൻ അഹ്സൻത ഇലൈഹി, നീ ആർക്കാണ് ഉപകാരം ചെയ്തത് അവരെ നീ സൂക്ഷിക്കുക. എന്ന് പറഞ്ഞാൽ ഉപകാരം ചെയ്ത ആൾക്കാർ തിരിച്ചു കടിക്കും എന്നൊരു പിന്നെ പഴഞ്ചൊല്ല് തന്നെ അറബിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് പറയാൻ പാടില്ല, സാധാരണക്കാരായ ആളുകൾ പറയുന്നതാണ്. അപ്പൊ എനിക്കിങ്ങനെ അനുഭവം ഉണ്ട്, കൊടുത്തിട്ട് ഇങ്ങോട്ട് ആൾക്കാർ പ്രത്യുപകാരം ചെയ്യാത്തതായി, നന്ദികേട് കാണിച്ചതായിട്ടൊക്കെ അനുഭവങ്ങൾ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറയും. അപ്പൊ അങ്ങനെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാറുന്ന ഒരാളല്ല ഒരു മാന്യൻ. മറ്റൊരു റിവായത്തിൽ അദ്ദേഹം പറഞ്ഞത്, വൈഹക ഇന്നി ലം അറ സഖിയ തൻഫഉഹു ഔ തഹ്കുമുഹു തജാരിബ്, ഒരു യഥാർത്ഥ ഔദാര്യവാൻ അവൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലപാട് മാറ്റുന്നവനല്ല. എന്ന് പറഞ്ഞാൽ സ്വതക്ക ചെയ്യുന്നത് എന്തിനാണ്? തിരിച്ചു കിട്ടാനാണോ? ഈ കൊടുത്ത ആളുകളുടെ അടുത്തുനിന്ന് കിട്ടാനാണോ? അല്ല. അതുകൊണ്ട് എന്തനുഭവം ഉണ്ടായാലും ചിലക്കാർ പറയാം, എനിക്ക് കുറെ അനുഭവങ്ങളുണ്ട്, എന്നിട്ട് വലിയ ഫിലോസഫി പറയാവര്, പിന്നെ ദീനുള്ള ആൾക്കാർക്ക് കൊടുക്കരുത്, അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. താടിക്കാർക്ക് കൊടുക്കരുത്, അവർക്ക് കൊടുത്താൽ നന്ദി പ്രതീക്ഷിക്കണ്ട, അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുക്കരുത്, ബംഗാളിക്ക് കൊടുക്കരുത്, തമിഴിന് കൊടുക്കരുത്, ഇങ്ങനെ അവരുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ശൈത്താന്റെ പിന്നെ വസ്വാസ് അവരുണ്ടാക്കും ആൾക്കാർക്കിടയിൽ.
അങ്ങനെ ഈ ബംഗാളിന്റെ അടുത്ത് നിന്ന് തിരിച്ചു കിട്ടാനാണോ കൊടുത്തത്, അല്ലെങ്കിൽ താടിക്കാരന്റെ അടുത്ത് നിന്ന് തിരിച്ചെന്തെങ്കിലും കിട്ടാനാണോ കൊടുത്തത്? ആണെങ്കിൽ ശരിയാണ്, പിന്നെ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടാനാണെങ്കിൽ അത് കിട്ടുക തന്നെ ചെയ്യും. അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ അർത്ഥം അതാണ്, ലം അറൽ കരീമ തഹ്കുമുഹു തജാരിബ്. ഒരു മാന്യനെ ഒരിക്കലും അനുഭവങ്ങൾ നിയന്ത്രിക്കുകയില്ല, അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവന്റെ നിലപാട് മാറുകയില്ല. നബി അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാ, അബു അബ്ദുറഹ്മാൻ സുലമി എന്ന് പറയുന്നത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ശിഷ്യനാണ്. നമ്മൾ ഓതുന്ന ഖുർആനില്, ഈ ഖുർആന്റെ സനദിൽ ഉള്ള റിപ്പോർട്ടറാണ് അദ്ദേഹം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ കഴിഞ്ഞാൽ അടുത്ത റാവിയാണ് അബു അബ്ദുറഹ്മാൻ സുലമി റഹിമഹുല്ലാ. അന്നഹു കാന യുഅ്താ ബിത്ത്അാമി ഇലൽ മസ്ജിദ്, അന്നഹു കാന യഅതി ബിത്ത്അാമി ഇലൽ മസ്ജിദ്. അദ്ദേഹം പള്ളിയിലേക്ക് ഭക്ഷണം കൊണ്ടുവരും. ഫറുബ്ബമ ഇസ്തഖ്ബലൂഹു ബിഹി ഫിത്തരീഖ്. ചിലപ്പോൾ ആളുകൾ അദ്ദേഹത്തെ വഴിയിലിറങ്ങി സ്വീകരിക്കും. എന്നാൽ ദാരിദ്ര്യം കൊണ്ട് അദ്ദേഹം ഭക്ഷണമായിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ, അദ്ദേഹം പള്ളിയിൽ ഇരുന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദായിരുന്നു. 40 വർഷത്തോളം അദ്ദേഹം ഒരു പള്ളിയിൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ മുഖരി ആണ്, ഖുർആൻ പഠിപ്പിക്കുന്ന പണ്ഡിതനായിരുന്നു. അപ്പൊ ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്ത് ഭക്ഷണം വാങ്ങാൻ വേണ്ടി വഴിയിലേക്ക് ഇറങ്ങും. ഫയുത്ഇമുഹുൽ മസാക്കീൻ, അദ്ദേഹം മിസ്കീന്മാർക്ക് അത് വിതരണം ചെയ്യും. ഫയഖൂലൂൻ ബാറക്കല്ലാഹു ഫീക്, അവർ പറയും, ഈ മിസ്കീന്മാര് ബാറക്കല്ലാഹു ഫീക് എന്ന് പറയും. ഫയഖൂലു വബാറക്കല്ലാഹു ഫീക്കും, അദ്ദേഹം തിരിച്ച് അവരോടും മറുപടി പറയും. ഫയഖൂലു ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ സാധാരണ ഒരു മിസ്കീൻ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമ്പോ ബാറക്കല്ലാഹു ഫീക്ക് എന്ന് പറഞ്ഞാൽ ഓരോ മിസ്കീനോടും ഫീക ബാറക്കല്ലാഹ് എന്ന് പറയാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. പക്ഷെ ഇദ്ദേഹം എന്ത് പറയും, ഓരോരുത്തരോടും ഇങ്ങനെ മറുപടി പറയുമായിരുന്നു. എന്നിട്ട് പറയാനുള്ള കാരണം അദ്ദേഹം പറയുകയാണ്. ഖാലത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്, ഇദാ തസദ്ദഖ്തും വദുഇയ ലക്കും, നിങ്ങൾ സ്വതക്ക ചെയ്തു എന്നിട്ട് ഈ മിസ്കീൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, ഫറുദ്ദു ഹത്താ യബ്ഖാ ലക്കും അജ്റു മാ തസദ്ദഖ്തും ബിഹി, നിങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് തിരിച്ചു പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സ്വതക്കയുടെ പ്രതിഫലം ബാക്കിയാവാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ ഒരു മിസ്കീന് ഒരു പൈസ കൊടുത്തു, അയാള് ജസാക്കല്ലാഹു ഖൈർ എന്ന് പറഞ്ഞു. അപ്പോ നമ്മളയാൾക്ക് പൈസ കൊടുത്തു, അയാൾ നമുക്ക് ദുആ തന്നു, അപ്പൊ രണ്ടുപേരും പരസ്പരം ഉപകാരം ചെയ്തു. അപ്പൊ നമുക്ക് പിന്നെ എന്താ പ്രത്യേകത? അപ്പൊ അതിന് ബാക്കിയാവാൻ വേണ്ടി, ഈ പൈസയുടെ അജ്ർ ബാക്കിയാവാൻ വേണ്ടിയിട്ട് അയാൾക്ക് ജസാക്കല്ലാഹു ഖൈറൻ വയ്യാക്ക എന്ന് പറഞ്ഞിട്ട് തിരിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം പറയും. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഇതിന്റെ നേരെ വിപരീതം ചെയ്യും. ഒരു മിസ്കീന് പൈസ കൊടുത്തിട്ട് ദുആ ചെയ്യണമെന്ന് പറയും. ഈ പൈസ കൊടുക്കുന്നത് ദുആയുടെ കൂലിയാണ്. ഈ പൈസയാണോ ദുആയാണോ വലുത്? നമ്മൾ 1000 രൂപ കൊടുക്കുന്നതാണോ? അവന് ചിലപ്പോൾ ചില ആൾക്കാർ വിശദീകരിച്ച് പറയും, തറാവീഹൊക്കെ നമസ്കരിക്കുമ്പോൾ, തഹജ്ജുദൊക്കെ നമസ്കരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ തഹജ്ജുദിൽ ഇവൻ അള്ളാഹിനോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണോ അത് 1500 രൂപയാണോ വലുത്? ആ ദുആയല്ലേ വലുത്? അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. ശൈഖ് ഹുസ്സൈൻ ഇബ്നു തൈമിയ്യ പറയുന്നത്, അങ്ങനെ ചെയ്താൽ ഇഖ്ലാസോടുകൂടി സദഖ ചെയ്ത ആളുകളുടെ ആ സ്ഥാനത്ത് നിന്ന് ഇവൻ താഴേക്ക് പോകും. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്ന് ഒരു പ്രത്യുപകാരവും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ ആ ദർജയിൽ നിന്ന് താഴേക്ക് പോകും. കാരണം ഒരു പ്രത്യുപകാരം പ്രതീക്ഷിച്ചു, ദുആ ആവശ്യപ്പെട്ടു. ആ ദുആ ആവശ്യപ്പെടാൻ പാടില്ല സദഖ ചെയ്യുമ്പോൾ. അതല്ലാത്ത സമയത്ത് ആവശ്യപ്പെടുന്നത് വേറെ വിഷയം. നമ്മൾ സദഖ കൊടുത്തിട്ട് അയാളോട് ഇങ്ങോട്ട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത് ചില ആൾക്കാർ പറയും, ഒന്നും വേണ്ട ദുആ ഇരുന്നാ മതി. അത് ശരിയല്ല. സദഖ ചെയ്യുന്ന സമയത്ത് അത് പറയാൻ പാടില്ല. അതിന് പകരം ഇങ്ങനെയായിരുന്നു സലഫുകൾ പറഞ്ഞിരുന്നത്. അവർ പ്രാർത്ഥിച്ചാൽ തിരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. عن محمد بن علي بن الحسن بن الشقيق رحمه الله سمعت أبي قال كان ابن المبارك إذا كان وقت الحج اجتمع إليه إخوانه من أهل مرو. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹം ഹജ്ജിന്റെ സമയമായാല് അദ്ദേഹത്തിന്റെ നാട്ടുകാര് അവരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരും. ഫയഖൂലൂൻ നസ്ഹബുക്, അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഹജ്ജിന് വരാം. അപ്പൊ ഹജ്ജിനെ കുറിച്ച് പറയുമ്പോ ഉലമാക്കൾ പറയുന്ന ഒരു കാര്യമാണ്, ഹജ്ജിന്റെ അതുവുകൾപ്പെട്ടതാണ് നല്ല റുഫ്ഖത്ത്, നല്ല കമ്പനി തിരഞ്ഞെടുക്കുക, നല്ല കൂട്ടുകാരുടെ കൂടെ ഹജ്ജിന് പോവുക. കാരണം ഹജ്ജ് എന്തായാലും ഒറ്റക്ക് ചെയ്യാൻ സാധിക്കില്ല, കൂട്ടമായിട്ടാണ് യാത്രയൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോ അത് നല്ല ആളുകളെ, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അത് ഹജ്ജിന്റെ ഒരു അദബാണ്. കാരണം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അപ്പൊ നല്ല ആളുകളുടെ കൂടെ ആണെങ്കിൽ അവരുടെ നല്ല സ്വഭാവങ്ങളും ഇബാദത്തും ഒക്കെ നമുക്ക് പകർത്താൻ പറ്റും. ഇബ്നു മുബാറക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, അദ്ദേഹം ഒരു വർഷത്തെ 3 ആയി വേർതിരിക്കുമായിരുന്നു. അദ്ദേഹം താമസിച്ചത് മറു എന്ന് പറയുന്ന സ്ഥലം, അത് പിന്നെ ഖുറാസാൻ, അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇതൊക്കെ ഉൾപ്പെടുന്ന സ്ഥലമാണ്. അവിടുന്ന് ഒരുപാട് ദൂരെ, ഒരു പക്ഷേ മാസങ്ങളോളം 1-2 മാസം യാത്ര ചെയ്തിട്ട് വേണം മക്കയിലെത്താൻ, അത്ര ദൂരെയാണ്. പക്ഷേ അദ്ദേഹം എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുമായിരുന്നു. അദ്ദേഹം ഒരു വർഷത്തെ 3 ആയി തിരിക്കുമായിരുന്നു. 4 മാസം ഹജ്ജിന് വേണ്ടി യാത്രയും അതുപോലെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ആയിട്ട് 4 മാസം, 3 മാസം ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി, ബാക്കി 3 മാസം ഇസ്ലാമിക രാജ്യത്തിന്റെ അതിർത്തിയിൽ പോയി ഒരു സൈനികനായി അദ്ദേഹം
യുദ്ധങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു. റിബാത്ത്, അതിർത്തിയിൽ സൈനിക സേവനം. ഇങ്ങനെ 3 ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ. അപ്പൊ ഹജ്ജിന് പോകുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ, നാട്ടുകാരൊക്കെ അദ്ദേഹത്തിന്റെ അടുത്ത് വരും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറയും. അദ്ദേഹത്തിന്റെ ദീൻ പ്രതീക്ഷിച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്താൽ ഇൽമു കിട്ടും, അതുപോലെ അദ്ദേഹത്തിന്റെ ഇബാദത്തുകൾ കണ്ട് പഠിക്കാൻ പറ്റും, അതിനുവേണ്ടിയാണ്. ഫയഖൂൽ, അദ്ദേഹം പറയും, ഹാത്തുന ഫഖാത്തിക്കും, ശരി നമുക്കൊന്നിച്ചു പോകാം, നിങ്ങളൊക്കെ യാത്രക്ക് കരുതി വെച്ചിട്ടുള്ള പണം കൊണ്ടുവരിക എന്ന് പറയും. കൊണ്ടുപോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സമ്പത്ത് കൊണ്ടുവരാൻ പറയും. ഫയഖുദന ഫഖാത്തിഹിം, എന്നിട്ട് അവരുടെയൊക്കെ പൈസ അദ്ദേഹമാണ്. ഫയജ്അലുഹാ ഫി സുന്ദൂഖ്, എന്നിട്ട് എല്ലാം കൂടി ഒരു പെട്ടിയിലിടും. വയഖ്ഫിലു അലൈഹി, അത് പൂട്ടും. സുമ്മ യക്തരി ലഹും, പിന്നെ അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന്റെ പൈസ എടുത്തിട്ട് അദ്ദേഹം വാഹനം വാങ്ങും. എല്ലാവർക്കും കൂടിയുള്ള പിന്നെ വാഹനങ്ങളൊക്കെ വാടകയ്ക്ക് എടുക്കും. വയുഖ്രിജുഹും മിൻ മറു ഇല ബഗ്ദാദ്, ബഗ്ദാദിലേക്ക് പോകും. ഇറാനിൽ നിന്ന് അടുത്ത ഇറാഖ് പോകണം, അങ്ങനെയാണ് മക്കയിലെത്തുക. ഫലാ യസാലു യുൻഫിഖു അലൈഹിം, അവർക്ക് വേണ്ട ചെലവുകളൊക്കെ ചെലവഴിച്ചുകൊണ്ടിരിക്കും. അദ്ദേഹമാണ് അമീർ. വയുത്ഇമുഹും അത്യബ ത്വആം വഅത്യബൽ ഹൽവ, ഏറ്റവും നല്ല ഭക്ഷണം, ഏറ്റവും നല്ല മധുരപലഹാരങ്ങൾ ഒക്കെ വാങ്ങിക്കൊടുക്കും. ثم يخرجهم من بغداد باحسن زي واكمل مروءه. ബഗ്ദാദ് എന്ന് പറയുന്നത് വലിയ സിറ്റിയാണ്, അന്നത്തെ കാലത്ത് കച്ചവടങ്ങളുടെയൊക്കെ കേന്ദ്രമാണ്. അപ്പൊ അവിടെ നിന്ന് ഏറ്റവും നല്ല വസ്ത്രം വാങ്ങിയിട്ട് ഇവർക്ക് കൊടുക്കും. അങ്ങനെ അവിടെ നിന്ന് അവരെ കൊണ്ടുപോകും. ഹത്താ യസ്ലു ഇല മദീനത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ മദീനയിലെത്തും. ഫയഖൂലു ലികുല്ലി വാഹിദ്, ഓരോരുത്തരോടായിട്ട് പറയും, മാ അമറക ഇയാലുക അൻ തസ്തരിയ ലഹും മിനൽ മദീനത്തി മിൻ തർഫിഹാ, മദീനയിൽ നിന്ന് എന്താണ് നിന്റെ വീട്ടുകാര് കുട്ടികളൊക്കെ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത്? കാരണം മദീന എന്ന് ഇതുപോലെ തന്നെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഹജ്ജ് കഴിഞ്ഞാൽ മദീനയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്താണ് കൊണ്ടുപോകാൻ വേണ്ടി വീട്ടുകാർ പറഞ്ഞിട്ടുള്ളത്? ഫയഖൂലു കദാ വകദ, ഇന്ന വസ്തുക്കളൊക്കെ വേണമെന്ന് പറയും. അപ്പൊ ഇതിനൊക്കെയുള്ള പണം ഇവരുടെ കയ്യിലുണ്ട്, അദ്ദേഹത്തിന്റെ പെട്ടിയിൽ കിടക്കുന്നുണ്ട്. ആ പ്രതീക്ഷയിൽ ഇവരെന്ത് ചെയ്യും, അവരുടെ ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയും. തുമ്മ യുഖ്രിജുഹും ഇലാ മക്ക, അവിടെ നിന്ന് മക്കയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ മദീന വഴിയാണ് എത്തുന്നത്. ഫൈദാ ഖളൂ ഹജ്ജഹും, ഹജ്ജ് കഴിഞ്ഞാൽ ഖാല ലികുല്ലി വാഹിദിൻ മിൻഹും മാ അമറക ഇയാലുക അൻ തസ്തരിയ ലഹും മിൻ മതാഇ മക്ക, മക്കയിൽ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടാകും, അതെന്തൊക്കെയാണ് വീട്ടുകാർ വാങ്ങാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിക്കും. ഫയഖൂലു കദാ വകദ, ഇന്ന വസ്തുക്കളൊക്കെയാണെന്ന് പറയും. ഫയസ്തരി ലഹും, അത് വാങ്ങും. തുമ്മ യുഖ്രിജുഹും മിൻ മക്ക, പിന്നെ മക്കയിൽ നിന്ന് അവരെ കൊണ്ടുപോകും. ഫലാ യസാലു യുൻഫിഖു അലൈഹിം ഇല്ലാ അൻ യസീറു ഇലാ മറു, അങ്ങനെ അവരുടെ നാട്ടിൽ തിരിച്ചെത്തുന്നത് വരെ അദ്ദേഹം ചെലവ് ചെയ്തുകൊണ്ടിരിക്കും. ഫയുജസ്സിസു ബുയൂതഹും അബ്വാബഹും, അങ്ങനെ അവിടെ എത്തിയാൽ ഇദ്ദേഹം എന്ത് ചെയ്യും, അവരോരുത്തരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരുടെ വീടിന്റെ കേടുപാടുകളൊക്കെ തീർക്കും. പെയിന്റ് അടിക്കാൻ, അന്നത്തെ തജ്സീസ് എന്ന് പറഞ്ഞാൽ കുമ്മായൊക്കെ തേച്ച് പണികളൊക്കെ തീർത്തു കൊടുക്കും. ഫൈദാ കാന ബഅദ 3 അയ്യാം, 3 ദിവസം കഴിഞ്ഞാൽ അവരൊക്കെ വീട്ടിലാക്കി. 3 ദിവസം കഴിഞ്ഞാൽ അമില ലഹും വലീമതൻ വകസാഹും, അവരെല്ലാവരെയും വിളിച്ച് ഒരു വിരുന്ന് കൊടുക്കും. എന്നിട്ട് അവർക്കൊക്കെ വസ്ത്രങ്ങൾ വിതരണം ചെയ്യും. ഫൈദാ അക്കലു വസുറു, അങ്ങനെ ഭക്ഷണം കഴിച്ച് അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ദഅ ബിസ്സുന്ദൂഖി ഫഫതഹഹു വദഫഅ ഇലാ കുല്ലി റജുലിൻ മിൻഹും സുറതഹു അലൈഹാ ഇസ്മഹു, ഓരോരുത്തർക്കും അവന്റെ ആ പൈസ പെട്ടിയിൽ നിന്നെടുത്ത് കൊടുക്കും, തിരിച്ചു കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ചെലവൊക്കെ അദ്ദേഹത്തിന്റെ വകയായിരുന്നു. അങ്ങനെയായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മുബാറക് റഹിമഹുല്ലാ ഹജ്ജ് ചെയ്യാറുള്ളത്. وقال عبد الرحمن بن الحكم ابن بشير ابن سلمان عن أبيه كنا ندخل على عبيد الله بن الوليد الوصافي والمحدثان فلا يدعونا, ഈ മുഹദ്ദിസിന്റെ അടുത്ത് ഞങ്ങൾ ചെന്നാൽ അദ്ദേഹം ഞങ്ങളെ വിടുകയില്ല. ഹത്താ നഅകുൽ, ഭക്ഷണം കഴിക്കാതെ, ഇപ്പൊ വീട്ടിൽ നിന്ന് ഭക്ഷണം തരാതെ അദ്ദേഹം വിടുകയില്ല. വയുഖ്സിമു അലൈന, അദ്ദേഹം ഇത് സത്യം ചെയ്യും. സത്യം ചെയ്ത് പറയാന്ന് പറഞ്ഞാൽ പിന്നെ ആ സത്യം പൂർത്തീകരിച്ചു കൊടുക്കണം. ഒരു മുസ്ലിമായ ഒരാള് വല്ലാഹി നീ ഇന്ന കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കണം. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഒരു കാര്യം തന്നെ പ്രചാരത്തിലില്ല. അറബികൾ മുശ്രിക്കുകൾക്കിടയിൽ വരെ പ്രചാരത്തിലുണ്ടായിരുന്ന കാര്യമാണ് അള്ളാഹുവിനെ കൊണ്ട് ചോദിക്കുക എന്ന് പറയുന്നത്. അത് ചോദിക്കാനും പാടില്ല, അങ്ങനെ അള്ളാഹിനെ കൊണ്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. പക്ഷെ ഒരാൾ ചോദിച്ചാൽ നമുക്ക് നിർബന്ധിത സാഹചര്യത്തിൽ ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കി കൊടുക്കുക നിർബന്ധമാണ്, കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അറബികളത് ചെയ്യും. ഇപ്പോ പിന്നെ ഒരാളെ വീട്ടിലൊക്കെ പോയാൽ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ ആദ്യം ഒരു താക്കീത് ചെയ്യും, ഞാൻ സത്യം ചെയ്യും എന്ന് ആദ്യം ഒന്ന് പറയും. അപ്പൊ തന്നെ ആളുകൾ സമ്മതിക്കും. ഇല്ലെങ്കിൽ അവർ സത്യം ചെയ്യും, ഉഖ്സിം ബില്ലാഹ് നീ എന്റെ അടുത്ത് ഭക്ഷണം കഴിച്ചേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാല് കഴിക്കണമെന്നാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്യും, സത്യം ചെയ്യും ഭക്ഷണം കഴിക്കാൻ ആരെങ്കിലും മടിച്ചാൽ. വറുബ്ബമാ സഅലഹു ഇൻസാനുൻ അൻ ഹദീസ്, ചിലപ്പോൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് ഒരു ഹദീസിനെ കുറിച്ച് ചോദിക്കും, കാരണം അദ്ദേഹം മുഹദ്ദിസാണ്. അപ്പൊ അദ്ദേഹം എന്ത് പറയും, ഫയഖൂൽ, അദ്ദേഹം പറയും ഇൻ അകൽത വഇല്ല ലം ഉഹദ്ദിസ്ക, ഭക്ഷണം കഴിച്ചാൽ ഹദീസ് പറഞ്ഞു തരും, ഇല്ലെങ്കിൽ ഹദീസില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. മുൻഗാമികളായ ഉലമാക്കൾ അങ്ങനെയാണ്. അവര് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം, അദ്ദേഹം പിന്നെ പണിക്ക് പോകുന്ന ആളുകളെ, അധ്വാനിക്കുന്ന ആളുകളെ വിളിച്ചു കൂട്ടും. എന്നിട്ട് അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഹദീസ് പഠിപ്പിക്കും. എന്നിട്ട് വൈകുന്നേരം ഇവരുടെ പണി കഴിയുന്ന സമയമാകുമ്പോൾ ഒരു ദിവസത്തെ കൂലി അദ്ദേഹം കൊടുത്തിട്ട് അവരെ പറഞ്ഞേക്കുമായിരുന്നു.
എന്ന് അദ്ദേഹത്തിന്റെ സീറയിൽ കാണാം. അപ്പൊ പണക്കാർക്കൊക്കെ ഒരു മാതൃകയാണിത്. അവർക്ക് സാധിക്കില്ലെങ്കിൽ അവരെ മക്കളെ ദീൻ പഠിപ്പിക്കാൻ. ചിലപ്പോൾ തന്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ജീവിക്കാനുള്ള സമ്പത്തുള്ള പണക്കാരൊക്കെ ഉണ്ടാവും. അവരിതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് പാഴാക്കും. ചിലപ്പോൾ ഹറാമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെലവഴിക്കും. അതിന് പകരം നല്ല ബുദ്ധിയുള്ള ഒരു മകനുണ്ടെങ്കിൽ അവനെ ദീൻ പഠിപ്പിച്ച് അവന് കുറെ നല്ലൊരു വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്താൽ ഇതുപോലെയൊക്കെയുള്ള ഒരു തികഞ്ഞ ആലിമ് നമ്മുടെ ഉമ്മത്തിൽ ഉണ്ടാകാനത് കാരണമാവും. അങ്ങനെയുള്ള ആളുകളെയാണ് ജനങ്ങൾ മാതൃകയാക്കുക. ആളുകളോട് ചോദിക്കുന്ന ആളുകളെ ജനങ്ങൾ വില വെക്കുകയില്ല. ഇങ്ങനെയായിരുന്നു മുൻഗാമികൾ. അൻ മുജാഹിദൻ റഹിമഹുല്ലാ കാന ബിൽ മദീനത്തി അഹ്ലു ബൈത്തിൻ ദു ഹാജത്തിൻ. ഇപ്പോഴുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട്. നിങ്ങളെല്ലാവരും അറിയുമായിരിക്കും. ഷെയ്ഖ് മുഹമ്മദ് അയ്യൂബ് റഹിമഹുല്ലാ വലിയ കാരിയായിരുന്നു, ആലിമായിരുന്നു, മദീനയിൽ ജീവിച്ചിരുന്ന. അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഓരോ മാസവും ശമ്പളം കിട്ടിയാൽ അത് 2 പകുതിയാക്കിയിട്ട് പകുതി കുടുംബത്തിനും ബാക്കി പകുതി മിസ്കീന്മാർക്ക് കൊടുക്കുമായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടപ്പോ ആ സമയത്ത് അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 1/3 വസിയത്ത് ചെയ്ത് മിസ്കീന്മാർക്ക് കൊടുക്കണം. അങ്ങനെ മാസത്തിൽ ഈ ശമ്പളത്തിന്റെ പകുതി കൊണ്ട് അദ്ദേഹം 100 കുടുംബങ്ങൾക്ക് ചെലവിനുള്ള പൈസ കൊടുക്കാറുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആശ്രയിച്ച് 100 കുടുംബം മദീനയിൽ ജീവിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഖാല മുജാഹിദ് റഹിമഹുല്ലാ കാന ബിൽ മദീനത്തി അഹ്ലു ബൈത്ത്. മദീനയിൽ ഒരു കുടുംബമുണ്ടായിരുന്നു. ദു ഹാജ, അവര് ദരിദ്രന്മാരാണ്. ഇൻദഹും റഅ്സു ഷാത്തിൻ ഫഅസാബു ഷൈഅൻ ഫഖാലു ലൗ ബഅത്നാ ബിഹാദ റഅസി ഇലാ മൻ ഹുവ അഹ്വജു ഇലൈനാ മിന്ന. അങ്ങനെ അവർക്ക് ഒരു ആടിന്റെ തല കിട്ടി. ആരോ സ്വതക്ക ചെയ്തായിരിക്കും. അപ്പൊ അവർ പറഞ്ഞു, ഈ ആടിന്റെ തല നമ്മളെക്കാളും മിസ്കീന്മാരായിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ഇവർ ചർച്ച ചെയ്തു. ഖാല ഫബഅസു ബിഹി. അങ്ങനെ ഇവര് ഈ ആടിന്റെ തല അങ്ങനെ കൊടുത്തയച്ചു. നമ്മെക്കാളും മിസ്കീന്മാരെ ആരെങ്കിലും അന്വേഷിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. ഫലം യസൽ യദൂർ ബിൽ മദീന. അങ്ങനെ ഈ തല മദീനയിൽ കറങ്ങിക്കൊണ്ടിരുന്നു. മുജാഹിദ് റഹിമഹുല്ലാ താബിഈയാണ്, സ്വഹാബത്തിന്റെയോ താബിഈങ്ങളുടെ കാലത്തായിരിക്കും. അങ്ങനെ ഈ ആടിൻ തല മദീനയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഹത്താ റജഅ ഇലാ അസ്ഹാബിഹി അല്ലദീന ഖറജ മിൻ ഇൻദിഹിം. അത് എവിടെ നിന്നാണ് പോയത് അവിടെ തന്നെ അവസാനം തിരിച്ചെത്തി. എന്നാൽ ഇവരാണ് ഏറ്റവും വലിയ മിസ്കീന്മാർ മദീനയിൽ. പക്ഷെ അവരെക്കാളും മിസ്കീന്മാരെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ആ തല അവസാനം അവിടെ തന്നെ എത്തി. അൻ അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ, അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബീ ത്വാലിബ് സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുന്ന വലിയ ഇമാമാണ്. അദ്ദേഹം പറഞ്ഞു, അന്നഹു കാന ഇദാ അതാഹു സാഇൽ. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു യാചകൻ വന്നാൽ റഹബ ബിഹി, ആ യാചകനെ സ്വാഗതം ചെയ്യും. വഖാല, എന്നിട്ട് പറയും, മർഹബൻ ബിമൻ യഹ്മിലു സാദി ഇലൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള എന്റെ വിഭവം എത്തിക്കുന്നവന് സ്വാഗതം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. وعن عمرو بن ثابت قال لما مات علي بن الحسين. ഇതേ വ്യക്തി തന്നെ അലി ബിൻ ഹുസൈൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയുടെ മകനാണ്. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഫഗസലൂഹു, അദ്ദേഹത്തെ കുളിപ്പിച്ചപ്പോൾ, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഒരു പിശുക്കനായിട്ടായിരുന്നു അറിയപ്പെടാറുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയാറുള്ളത് വലിയ ആബിദാണ്, സൈനുൽ ആബിദീൻ എന്നാണ് അറിയപ്പെടുന്നത്, വലിയ ആലിമാണ്. പക്ഷെ അദ്ദേഹം സ്വതക്ക കൊടുക്കുമായിരുന്നില്ല എന്നായിരുന്നു ജീവിതകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം കൊടുക്കാറുണ്ട്, നേരത്തെ നമ്മൾ കണ്ടു, അദ്ദേഹം യാചകന്മാരെ സ്വാഗതം ചെയ്യും. പക്ഷെ മറ്റുള്ള സ്വഹാബത്തും താബിയങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ വലിയ ഔദാര്യവനായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് പറയപ്പെട്ടിരുന്നത്. പക്ഷെ അദ്ദേഹം മരിച്ചപ്പോൾ ജഅലു യൻദുറൂന ഇലാ ആഥാരി സൂദിൻ ഫീ വഹ്രിഹി. മയ്യത്ത് കുളിപ്പിച്ചപ്പോ അദ്ദേഹത്തിന്റെ പുറത്ത് പെരടിയിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. ഫഖാലു മാ ഹാദാ, ഇതെന്താണ് അന്വേഷിച്ചു. ഫഖാലു, അങ്ങനെ അദ്ദേഹത്തെ അടുത്തറിയുന്ന ആളുകൾ, അദ്ദേഹത്തിന്റെ രഹസ്യം അറിയുന്ന ആളുകൾ, അവർ പറഞ്ഞു, കാന യഹ്മിലു ജറബ ദഖീഖി ലൈലൻ അലാ വഹ്രിഹി യുഅതീഹി ഫുഖറാ അഹ്ലിൽ മദീന. അദ്ദേഹം രാത്രിയിൽ ഈ ഗോതമ്പ് പൊടി വലിയ ചാക്കിലാക്കിയിട്ട് അത് പുറത്ത് വെച്ച് മദീനയിലുള്ള ഫുഖറാക്കൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. വളരെ രഹസ്യമായിട്ടായിരുന്നു അദ്ദേഹം സ്വതക്ക ചെയ്യാറുണ്ടായിരുന്നത് എന്നർത്ഥം. عن مصعب بن عثمان رحمه الله قال كان عبد الرحمن بن أبان يشتري أهل البيت. عبد الرحمن بن أبان അദ്ദേഹം ഒരു വീട്ടുകാരെ മുഴുവനായിട്ട് വാങ്ങും. എന്നാൽ അടിമകളായിരിക്കും, ഒരടിമയായിട്ടുള്ള ഒരു കുടുംബത്തെ മുഴുവനായിട്ട് അദ്ദേഹം വാങ്ങും. ثم يأمر بهم فيكسون ويدهنون. അങ്ങനെ അവർക്ക് നല്ല വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വൃത്തിയാക്കും. ثم يعرضون عليه. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറയും. അടിമകളായി നിൽക്കുമ്പോൾ ഒരു മുസ്ലിം വസ്ത്രവും മോശമായ അവസ്ഥയൊക്കെയായിരുന്നു. അപ്പൊ അവരെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ട് കൊണ്ടുവരാൻ പറയും. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്നാൽ ഫയഖൂലു അൻതും അഹ്റാറുൻ ലിവജ്ഹില്ലാഹ്. അദ്ദേഹം പറയും, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സ്വതന്ത്രരാണ്. അസ്തഈനു ബിക്കും അലാ ഗമറാത്തിൽ മൗത്ത്. ഞാൻ മരണവേദനക്ക് നിങ്ങളെ കൊണ്ട് സഹായം തേടുകയാണ്. മരണവേദന അനുഭവിക്കുന്ന രംഗം അത് എളുപ്പമാകാൻ വേണ്ടി
നിങ്ങളെ കൊണ്ട് ഞാൻ സഹായം തേടുകയാണ്, നിങ്ങളെ മോചിപ്പിച്ചതിന്റെ ഫലമായി ആശ്വാസം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഖാല, ഈ സംഭവം റിപ്പോർട്ടർ പറയുകയാണ്, ഫമാത വഹുവ ഖായിമുൻ ഫി മസ്ജിദിഹി യുസല്ലി സുബ്ഹ. അദ്ദേഹം ളുഹ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് മരണവേദന എളുപ്പമായിരിക്കാം, കാരണം ഇബാദത്തിലായിക്കൊണ്ട് മരിക്കുക എന്നുള്ളത് നല്ലൊരു അവസാനമാണ്, ഹുസ്നുൽ ഖാത്തിമയാണ്. അത് അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു. മരിയ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ റഹിമഹുല്ലാഹ്. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കുറിച്ച് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. മദീനയിലെ വലിയൊരു അൻസാരികളുടെ നേതാവായിരുന്നു, സയ്യിദായിരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വന്നത് മുതൽ വഫാത്താകുന്നത് വരെ എല്ലാ ദിവസവും റസൂലിന് എന്തെങ്കിലും ഹദിയ കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും ഹദിയ കൊടുക്കും, 10 വർഷം. അങ്ങനെയുള്ള വലിയ ഔദാര്യവാനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ മകനാണ് ഖൈസ് ഇബ്നു സഅദ്. അദ്ദേഹം ഉപ്പായെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് രോഗമായി. ഫസ്തബ്ത ഇഖ്വാനുഹു അൻ ഇയാദതിഹി. അദ്ദേഹം ആളുകൾക്ക് സ്വതക്കയും കൊടുക്കും, കടം കൊടുക്കും, അങ്ങനെ സമ്പത്ത് കൊണ്ട് ചെയ്യാവുന്നതെല്ലാം അദ്ദേഹം ചെയ്യുമായിരുന്നു. അങ്ങനെ അദ്ദേഹം രോഗിയായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊന്നും അദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നില്ല, കുറച്ച് വൈകിപ്പോയി ആളുകൾ വരാൻ. ഫസഅല അൻഹും. അപ്പൊ ഈ കിടക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ചോദിച്ചു, എവിടെ പോയി നമ്മുടെ സുഹൃത്തുക്കൾ? ഫഖീല ഇന്നഹും യസ്തഹ്യൂന മിമ്മാ ലക അലൈഹിം മിൻ അദ്ദൈൻ. നിങ്ങൾക്ക് കടം തരാനുള്ളവരാണ് മിക്കവാറും ആളുകളൊക്കെ, അതുകൊണ്ടാണ് അവർ വരാത്തത്, അതുകൊണ്ട് അവർ നാണിച്ചു നിൽക്കുകയാണ്, ലജ്ജ കൊണ്ടാണ് വരാത്തത് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് നോക്കൂ. അഖ്സല്ലാഹു മാലൻ യംനഉൽ ഇഖ്വാന മിന സിയാറ. സഹോദരങ്ങളെ പരസ്പരം സന്ദർശിക്കാൻ അനുവദിക്കാത്ത, അതിന് തടസ്സമാകുന്ന പണം, ആ പണത്തെ അള്ളാഹു നശിപ്പിക്കട്ടെ, ആ പണം എത്ര മോശമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ثم امر مناديا فنادى. എന്നിട്ട് ഒരാളെ ഏൽപ്പിച്ചു വിളിച്ചു പറയാൻ വേണ്ടി, മൻ കാന ലിഖൈസിൻ അലൈഹി ദൈനുൻ ഫഹുവ ഫീ ഹില്ലിൻ മിൻഹു. ആരാണോ ഖൈസിന് കടം കൊടുക്കാനുള്ളത് അതെല്ലാം പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം വിളിച്ചു പറയാൻ ഏൽപ്പിച്ചു. ഫകുസ്സിറത് ദറജതുഹു ബിൽ അശീഇ ലികസ്റതി മൻ ആദഹു. അന്ന് വൈകുന്നേരം അദ്ദേഹത്തിന്റെ വീടിന്റെ സ്റ്റെപ്പൊക്കെ പൊളിഞ്ഞുപോയി, ആളുകൾ തിരക്കുകൊണ്ട് ഇത് കാണാൻ വേണ്ടി ആൾക്കാർ വന്നിട്ട് എന്നാണ്. عن مالك رحمه الله قال زهري وجدنا السخية لا تنفعه التجارب. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് അത്. ഇമാം സുഹരി റഹിമഹുല്ലാ അദ്ദേഹവും പറഞ്ഞിട്ടുള്ളതാണ്. വജദ്ന, ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അസ്സഖിയ, ഔദാര്യവാനായ, ശരിക്കും ഔദാര്യവാനായ ഒരു മനുഷ്യൻ, എപ്പോഴെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്ന ആളല്ല, മനസ്സിൽ തട്ടി സ്ഥിരമായി സദഖ ചെയ്യുന്നയാൾ. ലാ തൻഫഅഹു തജാരിബ്, അനുഭവങ്ങളിൽ നിന്ന് അവനൊന്നും പഠിക്കുകയില്ല. സാധാരണ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കണം, അത് ശരിയാണ്, നമ്മൾ അനുഭവങ്ങളിൽ നമ്മൾ പഠിക്കണം. പക്ഷെ സദഖയുടെ കാര്യത്തിൽ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുകയില്ല. കാരണം എന്താണ്? യഥാർത്ഥ ഔദാര്യവാൻ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ എന്ത് സംഭവിച്ചു, അവൻ നന്ദി കാണിച്ചോ നന്ദികേട് കാണിച്ചോ വന്നോ പോയോ ഇതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കുക എന്നതിൽ നിന്ന് ഒഴിവാണ് സദഖ ചെയ്യുന്ന ആളുകൾ. ആത്മാർത്ഥമായി ഇഖ്ലാസോടെ സദഖ ചെയ്യുന്ന ആളുകൾ അവർ അനുഭവത്തിൽ നിന്ന് പഠിക്കാത്തവരാണ് എന്ന് മുഹമ്മദ് ബിൻ ശിഹാബ് സുഹരി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. ചില ആളുകൾ വളരെ വിചിത്രമായി തോന്നും, വലിയ ഔദാര്യവാന്മാരായിരിക്കും, പക്ഷെ അവരുടെ സ്വഭാവം ഏറ്റവും മോശമായിരിക്കും. അത് ഈ ഒരു കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. സദഖ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും? വാങ്ങിയവനെ പിന്തുടരും. അവൻ പിന്നെ എന്ത് ചെയ്യുന്നു? നന്ദി കാണിക്കുന്നുണ്ടോ, നന്ദികേട് കാണിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചതുകൊണ്ട് അവരുടെ സ്വഭാവം മോശമാകും. പിന്നെ അവർക്ക് എല്ലാവരെ കുറിച്ചും ചീത്ത വിചാരമായിരിക്കും. മനുഷ്യന്മാരൊക്കെ നന്ദിയിട്ടവരാണ്, മിസ്കിമാരൊക്കെ മോശക്കാരാണ് എന്നുള്ള ചിന്തയായിരിക്കും അവന്റെ മനസ്സിലുണ്ടാവും. അങ്ങനെ സ്വന്തം കൽബിനെ ഫസാദാക്കിക്കൊണ്ട് നമ്മൾ സദഖ ചെയ്യേണ്ട കാര്യമില്ല. മറിച്ച് സദഖ ചെയ്യുക, അയാളെ പിന്നെ ഒഴിവാക്കി വിടുക, അതാണ് വേണ്ടത്. عن ضمرة الشيباني رحمه الله قال كان عبد الله بن الديلمي من أبصر الناس لإخوانه فذكر ابن محيريز في مجلس هو فيه. ابن محيريز رحمه الله അദ്ദേഹത്തെ കുറിച്ച് ഒരു സദസ്സിൽ പറയപ്പെട്ടു. അബ്ദുല്ലാഹ് ഇബ്നു ദൈലമി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇരിക്കുന്ന സദസ്സിൽ. فقال رجل كان بخيلا. ഒരാൾ പറഞ്ഞു, ഈ മനുഷ്യൻ നല്ല ഒരാളാണ്, ഇബ്നു മുഹൈരീസ് റഹിമഹുല്ലാഹ്, പക്ഷെ അദ്ദേഹം പിശുക്കനായിരുന്നു. فغضب ابن الديلمي. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ദേഷ്യപ്പെട്ടു. വഖാല കാന ജവാദൻ ഹൈസു യുഹിബ്ബുല്ലാഹ് ബഖീലൻ ഹൈസു തുഹിബ്ബൂൻ. അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹം ഔദാര്യവാനായിരുന്നു, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലകളിൽ അദ്ദേഹം പിശുക്കനായിരുന്നു. എന്ന് പറഞ്ഞാൽ പിശുക്കൻ എന്ന് പറയുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും? ചില ആളുകൾ അവരിഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക്, കളിക്കും തമാശക്കും വിനോദങ്ങൾക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഹലാലായ കാര്യങ്ങളിൽ വിശാലമായി ചെലവഴിക്കുന്ന കാര്യത്തിൽ ഒക്കെ ചെറിയ കുറവ് വരുത്തിയാൽ അവന് പിശുക്കൻ എന്ന് പറയും. അപ്പൊ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളിൽ പിശുക്കനായിരുന്നെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ അദ്ദേഹം ഔദാര്യവാനായിരുന്നു. ഖാല ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ അസാലു ഉഹിബ്ബു ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ. ഹമ്മാദ് ഇബ്നു അബി സുലൈമാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ ഞാൻ സ്നേഹിക്കുന്നു. ലിശൈഇൻ ബലഗനി അൻഹു. അദ്ദേഹത്തെ കുറിച്ച് ഒരു വിവരം എനിക്ക് അറിയാൻ സാധിച്ചു.
അന്നു മുതൽ ഞാൻ ഹമ്മാദ് ബിൻ അബി സുലൈമാനെ സ്നേഹിക്കുന്നുണ്ട്. എന്താണ് കാരണം? അന്നഹു കാന യൗമൻ റാകിബൻ ഹിമാറൻ, അദ്ദേഹം ഒരു ദിവസം ഒരു കഴുതപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. ഫഹറഖഹു, അങ്ങനെ ഈ കഴുതയെ അദ്ദേഹം ഒന്ന് വേഗം കൂട്ടി. ഫൻഖതഅ സിർറുഹു, അങ്ങനെ അദ്ദേഹം കഴുത വേഗത്തിൽ നടന്നപ്പോ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കുടുക്ക് പൊട്ടിപ്പോയി. ചിലപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലും കൊളുത്തിയിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ വസ്ത്രത്തിന്റെ കുടുക്ക് മുറിഞ്ഞുപോയി. ഫമറ അലാ ഖയ്യാത്തിൻ ഫഅറാദ അൻ യൻസില ഇലൈഹി യുസവ്വി സിർറഹു, ഇത് ശരിയാക്കാൻ വേണ്ടി ഒരു ടൈലറുടെ അടുത്ത് പോയി, തുണി തുന്നുന്ന ഒരാളുടെ അടുത്ത് പോയി. ഫഖാലൽ ഖയ്യാത്ത്, അപ്പൊ ഈ തുന്നുന്ന ആൾ പറഞ്ഞു, വല്ലാഹി ലാ നസൽത്, ഇതാണ് അള്ളാഹിന്റെ പേര് സത്യം ചെയ്യാന്ന് പറഞ്ഞത്, നിങ്ങൾ ഇറങ്ങരുത്, വല്ലാഹി ഇറങ്ങരുത്, കഴുതപ്പുറത്ത് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം സത്യം ചെയ്തിട്ട് പറഞ്ഞു, കഴുതപ്പുറത്ത് ഇറങ്ങരുത്. വഖാമ ഇലൈഹി വസവ്വ സിർറഹു, അദ്ദേഹം വലിയ ആലിമാണ്, അതുകൊണ്ട് അവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി ആ കഴുതപ്പുറത്ത് വെച്ച് തന്നെ ഈ കുപ്പായം ശരിയാക്കി കൊടുത്തു. വഹുവ റാകിബൻ, അദ്ദേഹം കഴുതപ്പുറത്തിരിക്കുകയാണ്. ഫഅഖറജ ഇലൈഹി സുറത്തൻ ഫിഹാ 10 ദനാനീർ, അപ്പൊ ഇങ്ങനെ ഒരു ഖിദ്മത്ത് ചെയ്തപ്പോ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കുടുക്കു തിന്നാൻ ചെറിയ പൈസ മതി, പക്ഷെ അദ്ദേഹം 10 ദീനാർ ഒരു കിഴിയിൽ 10 ദീനാറിന്റെ ഒരു കിഴിയെടുത്ത് ഇദ്ദേഹത്തിന് കൊടുത്തു. 10 ദീനാർ എന്ന് പറഞ്ഞാൽ 10 സ്വർണ്ണ നാണയമാണ്, വലിയ വിലയുള്ളതാണ്. ഫസല്ലമഹ ഇലൽ ഖയ്യാത്ത്, എന്നിട്ട് അത് ഈ തുന്നൽക്കാരന് കൊടുത്തു. വഅതദറ ഇലൈഹി മിൻ ഖില്ലതിഹാ, ഇത് കുറഞ്ഞു പോയതിൽ ക്ഷമിക്കണം എന്ന് അയാളോട് പറയുകയും ചെയ്തു. ആ സംഭവം കേട്ടത് മുതൽ ഞാൻ ഹമ്മാദ് ബിൻ അബി സുലൈമാനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞു. അൻ ജാബിർ ബിൻ സയ്യിദ് റഹിമഹുല്ലാഹ് ഖാല ലഅൻ അതസദ്ദഖ ബിദിർഹമിൻ അലാ യതീമിൻ ഔ മിസ്കീൻ അഹബ്ബു ഇലയ്യ മിൻ ഹജ്ജത്തിൻ ബഅദ ഹജ്ജത്തിൽ ഇസ്ലാം, ഒരു യതീമിന് അല്ലെങ്കിൽ മിസ്കീന് ഒരു ദിർഹം സദഖ ചെയ്യുക എന്നുള്ളതാണ് സുന്നത്തായ ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഈ മസല പഠിക്കേണ്ടതാണ്, ഏതാണ് അഫ്ദൽ എന്നുള്ളത് അല്ലാഹു അലം. പക്ഷെ സദഖ ചെയ്യുന്നതിന്റെ മഹത്വം അത്രയും അവർ മനസ്സിലാക്കിയിരുന്നു, അതിൽ സംശയമില്ല, വലിയ മഹത്വമുള്ള കാര്യമാണ് സദഖ. പക്ഷെ ഹജ്ജിനേക്കാൾ അഫ്ദലാണോ എന്നുള്ളത് അല്ലാഹു അലം, അറിയില്ല. അൻ ഹസൻ ബിൻ സാലിഹ് റഹിമഹുല്ലാഹ് ഖാല സുഇല അൽ ഹസൻ അൻ ഹുസ്നുൽ ഖുലുഖ്, ഹസൻ അൽ ബസീർ റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് സൽസ്വഭാവം? അദ്ദേഹം പറഞ്ഞു, ഫഖാല അൽ കറമു വൽ ബദ്ലു വൽ ഇഹ്തിമാൽ, ഔദാര്യം, അതുപോലെ ചെലവഴിക്കൽ, വൽ ഇഹ്തിമാൽ, ആളുകൾ ഇങ്ങോട്ട് ചെയ്യുന്ന ഉപദ്രവം സഹിക്കൽ, ഇതാണ് സൽസ്വഭാവമെന്ന് അദ്ദേഹം പറഞ്ഞു. عن إبراهيم بن بشار رحمه الله قال مضيت مع إبراهيم ابن أدهم في مدينة يقال لها طرابلس ومعي رغيفان ما لنا شيء غيرهما. ഇബ്രാഹിം ബിൻ ബഷാർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഇബ്രാഹിം ബിൻ അദ്ഹമിന്റെ കൂടെ ഞാൻ തൊറാബുൽസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലൂടെ നടന്നുപോയി. തൊറാബുൽസ് എന്ന് പറയുന്നത് ഇന്ന് ലിബിയയിലാണ് നാടുള്ളത്. അത് തന്നെയാണോ ഇതെന്നറിയില്ല. അതാണെങ്കിൽ ഇപ്പൊ ആ പേരിൽ ഒരു നാട് ലിബിയയിലുണ്ട്. അപ്പൊ അതിലൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കയ്യിൽ 2 റൊട്ടി മാത്രമാണുള്ളത്, വേറെ ഒന്നുമില്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു യാചകം വരുന്നുണ്ട്. ഫഖാല ഇദ്ഫ ഇലൈഹി, അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് കൊടുത്തേക്കുക. ഫലബിസ്തു, അപ്പൊ ഞാൻ കൊടുക്കാതെ കുറച്ചു നേരം ഇങ്ങനെ കാത്തു നിന്നു. ഖാല മാലക, നിനക്ക് എന്ത് പറ്റി? ആതിഹി, അത് കൊടുക്കുക. ഫഅതൈതുഹു വഅന മുതഅജ്ജിബുൻ മിൻ ഫിഅലിഹി, ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം ആകെ 2 കഷ്ണം റൊട്ടിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഭക്ഷണമായിട്ട്. ഫഖാല യാ അബാ ഇസ്ഹാഖ്, അപ്പോ അദ്ദേഹം പറയാണ്, ഇബ്രാഹിം ബിൻ അദ്ഹം പറയുകയാണ്, യാ അബാ ഇസ്ഹാഖ് ഇന്നക തൽഖാ ഗദൻ മാ ലം തൽഖഹു ഖദ് വഅലം അന്നക തൽഖാ മാ അസ്ലഫ്ത വലാ തൽഖാ മാ ഖല്ലഫ്ത, നീ നാളെ ഇതുവരെ കാണാത്ത കാര്യങ്ങൾ കാണാനുള്ളവനാണ്. നമ്മുടെ മരണശേഷം നമ്മൾ ഒരിക്കലും കാണാത്ത സംഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. യഥാർത്ഥ ജീവിതം തുടങ്ങും മരണം കഴിഞ്ഞാൽ. അതുകൊണ്ട് അന്ന് നീ കണ്ടുമുട്ടുക എന്താണ്? നീ എന്താണോ കൊടുത്തത് അതായിരിക്കും അവിടെ കാണുക. നീ ഈ ദുനിയാവില് ഉപയോഗിച്ച് തീർത്തതല്ല എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഫമഹിദ് ലിനഫ്സിക, അതുകൊണ്ട് നിന്റെ നഫ്സിന് വേണ്ടി നീ ഒരുക്കുക. ഫഇന്നക ലാ തദ്രി മതാ യുഫാജിഉക അംറു റബ്ബിക, നിന്റെ റബ്ബിന്റെ കൽപ്പന എപ്പോഴാണ് നിന്നെ പിടികൂടുക എന്ന് നിനക്കറിയില്ല. ഖാല ഫഅബ്കാനി ഫീ കലാമിഹി വഹവ്വന അലയ്യ ദുനിയ, അദ്ദേഹം സംസാരിച്ചത് കേട്ട് ഞാൻ കരഞ്ഞുപോയി. ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് നിസ്സാരമായി തോന്നി. 2 കഷ്ണം റൊട്ടി, അതിന്റെ കാര്യത്തിൽ വിഷമിക്കായിരുന്നു ആദ്യം. പക്ഷെ ഈ വാക്ക് കേട്ടപ്പോ, മരണശേഷമുള്ള ജീവിതം അതിനുവേണ്ടിയാണ് ഇത് കൊടുക്കുന്നത് എന്ന് കേട്ടപ്പോ ഞാൻ കരഞ്ഞുപോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. അഹ്നഫ് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു അന്നഹു റഅ ഫീ യദി റജുലിൻ ദിർഹമൻ, അഹ്നഫ് ഇബ്നു ഖൈസ് അദ്ദേഹം ഒരാളുടെ കയ്യിൽ ഒരു ദിർഹം കണ്ടു. ഫഖാല ലിമൻ ഹാദാ, ഇതാരുടേതാണ്? ഖാല ലി, അദ്ദേഹം പറഞ്ഞു എന്റേതാണ്. ഖാല ലൈസ ഹുവ ലക ഹത്താ തുഖ്രിജഹു ഫീ അജ്രിൻ ഔ ഇത്തിസാബി ശുക്രിൻ, അദ്ദേഹം പറഞ്ഞു നീ അത് ചെലവഴിക്കുന്നത് വരെ അത് നിന്റേതല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണം അത് നമ്മുടേതാകുന്നത് ചെലവഴിക്കുമ്പോഴാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായി നമ്മുടെ രേഖയിൽ അത് സ്ഥിരപ്പെട്ടു. അതുവരെ
അത് നമ്മുടേതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അനിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് ഖാല നിഅമ റഫീഖു ദീനാർ വദ്ദിർഹം. ഹസൻ അൽ ബസ്രി അദ്ദേഹം പറയുകയാണ്, ദീനാറും ദിർഹമും എത്ര നല്ല കൂട്ടുകാരാണ്. ലാ യൻഫഅനിക ഹത്താ യുഫാരിഖാക. നിന്നെ പിരിഞ്ഞു പോയാലേ അവർ നിനക്ക് ഉപകാരം ചെയ്യുള്ളൂ. അപ്പൊ നമുക്കറിയാം, മനുഷ്യരായ കൂട്ടുകാർ പലതരത്തിലുണ്ടാവും. നമ്മൾ കൂടെ നടക്കുമ്പോൾ നമുക്ക് ഉപകാരം ചെയ്യും, നമ്മോട് നല്ല വാക്ക് പറയും. പിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളും അവരും രണ്ടു വഴിക്ക് പോയാൽ പിന്നെ അവരെ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ചിലപ്പോൾ ഉപദ്രവമായിരിക്കും, ചിലപ്പോൾ ഗീബത്ത് പറയും. അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടാവും. പക്ഷെ ഹസൻ ബസ്രി പറയാണ്, ദീനാറും ദിർഹമും വളരെ നല്ല കൂട്ടുകാരാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലാണ് നമുക്ക് ഉപകാരം ചെയ്യാൻ. നമ്മൾ സ്വതക്ക ചെയ്തു, ആ ദീനാർ പിന്നെ എന്നും നമ്മുടെ രേഖയിൽ നിലനിൽക്കുകയാണ്. ആ പണം എന്നും നമുക്ക് ഉപകരിക്കുന്ന രീതിയിൽ നിലനിൽക്കുകയാണ്. അൻജാഫർ ബിൻ മുഹമ്മദ് റഹിമഹുല്ലാഹ് അന്നഹു ഖാല ലിസ്സൗരി, സുഫിയാൻ സൗരിയോട് പറഞ്ഞു, ലാ യതിമ്മുൽ മഅറൂഫു ഇല്ലാ ബിസലാസ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അസറാണ്. ലാ യതിമ്മുൽ മഅറൂഫ്, പരോപകാരം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുക, സദഖ ചെയ്യുക, സഹായങ്ങൾ ചെയ്യുക, അത് പൂർത്തിയാകണമെങ്കിൽ 3 കാര്യങ്ങൾ വേണം, 3 സ്വഭാവങ്ങൾ വേണം. ബിതഅജീലിഹി വതസ്ഗീരിഹി വസത്രിഹി. തഅജീൽ, പെട്ടെന്ന് ചെയ്യുക. ഒരാളൊരു ആവശ്യം പറഞ്ഞു, നമുക്ക് ആലോചിക്കാം, എന്നിട്ട് അവൻ പിന്നെയും വന്ന് പറയും. അവനെങ്ങനെ നമ്മുടെ പിന്നാലെ നടത്തിയിട്ട് അവസാനം എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, അതല്ല. ബിതഅജീലിഹി, പെട്ടെന്ന് ചെയ്യുക, കേട്ട ഉടനെ സഹായിക്കുക. ഒരാളുടെ ആവശ്യം അറിഞ്ഞ ഉടനെ സഹായിക്കുക. വതസ്ഗീരിഹി, അത് ചെറുതായി കാണുക, നമ്മൾ കൊടുത്തത് അത് വലിയ ഒരു സംഭവമായി എന്ന് വിചാരിക്കാതിരിക്കുക. തസ്ഗീരിഹി വസത്രിഹി, മറച്ചു വെക്കുക, അത് നാട്ടുകാരെ അറിയിച്ച് അവനെ വഷളാക്കാതിരിക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് മഅറൂഫ്, ഒരാൾക്ക് നമ്മൾ ചെയ്യുന്ന ഉപകാരം പൂർത്തിയാവുകയുള്ളൂ. അൻ അതാ ഇബ്നു അബി റബ്ബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, ഖാല ലദിർഹമുൻ അളഉഹു ഫീ ഖറാബത്തിൻ അഹബ്ബു ഇലയ്യ മിൻ അൽഫിൻ അളഉ ഫീ ഫാഖ. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് 1 ദിർഹം കൊടുക്കുന്നതാണ് ഒരാവശ്യക്കാരന്, അഥവാ കുടുംബക്കാരനല്ലാത്ത മറ്റൊരാൾക്ക് 1000 ദിർഹം കൊടുക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഖാല ഖുൽതു യാ അബാ മുഹമ്മദ് വഇൻ കാന ഖറാബതി മിസ്ലി ഫിൽ ഗിന. അദ്ദേഹം ചോദിച്ചു, എന്റെ കുടുംബക്കാർ എന്നെ പോലെ തന്നെ പണമുള്ളവരാണെങ്കിലോ, ദരിദ്രരല്ല എങ്കിലോ? ഖാല വഇൻ കാന അഗ്നാ മിൻക, നിന്നെ പോലെ എന്നല്ല, അവർ നിന്നെക്കാളും പണക്കാരാണെങ്കിലും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഉലമാക്കൾ പറയുന്നത്, ഒരുപക്ഷെ ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? എല്ലാവരും ദരിദ്രരാണ്, നമ്മളും ദരിദ്രനാണ്, നമ്മുടെ കുടുംബക്കാരൻ ദരിദ്രനാണ്, നമ്മളെക്കാളും കുറച്ച് സമ്പന്നനാണ്. പക്ഷെ ആവശ്യക്കാരാണെങ്കിലാണ് ഇത് ബാധകമാകുന്നത്. ആവശ്യക്കാരല്ലെങ്കിലോ? അതിനെക്കുറിച്ച് ഉലമാക്കൾ പറയുന്നത്, സമ്പന്നനായ ഒരാൾക്ക് സ്വതക്ക ചെയ്യുന്നത് മക്രൂഹാണ് എന്നാണ്. സ്വതക്ക ചെയ്യാം, അത് ശരിയാകും. പക്ഷെ ആവശ്യമില്ലാത്ത ഒരാൾക്ക് സ്വതക്ക ചെയ്യുന്നത് മക്രൂഹാണ്, കറാഹത്താണ്. അത് ഒഴിവായി ആവശ്യമുള്ള ഒരാൾക്ക് കൊടുക്കലാണ് സുന്നത്തായിട്ടുള്ളത്. അല്ലാഹു അലം. അൻ സുഹരി ഖാല ഇസ്തക്സിറു മിൻ ഷൈഇൻ ലാ തമസ്സുഹു النار. ഇമാം മുഹമ്മദ് ബിൻ മുസ്ലിം അസ്സുഹരി അദ്ദേഹം പറയുകയാണ്, ഇസ്തക്സിറു മിൻ ഷൈഇൻ, ഒരു വസ്തു നിങ്ങൾ വർദ്ധിപ്പിക്കുക. എങ്ങനെയുള്ള വസ്തുവാണ്? ലാ തമസ്സുഹു النار, തീ അതിനെ തൊടുകയില്ല, നരകം അതിനെ സ്പർശിക്കുകയില്ല. ഖീല മാ ഹുവ, എന്താണത്? ഖാല അൽ മഅറൂഫ്, പരോപകാരം, മറ്റുള്ളവർക്ക് ചെയ്യുന്ന സഹായം, സദഖ, അത് തീ സ്പർശിക്കാത്തതാണ്, ഒന്നും അതിനെ നശിപ്പിച്ചു കളയുകയില്ല. ഖാല മുജാഹിദ് റഹിമഹുല്ലാഹ്, മുജാഹിദ് ബിൻ ജബർ താബിഈയായ മുഫസ്സിറാണ്, അദ്ദേഹം പറയുന്നു, ലോ അന്ന റജുലൻ അൻഫഖ മിസ്ല ഉഹുദിൻ ഫി തഅത്തില്ലാഹി തആല, അല്ലാഹുവിന് ഇഷ്ടമുള്ള മാർഗത്തിൽ സദഖയായിട്ടോ അല്ലെങ്കിൽ വഖഫായിട്ടോ വസിയത്തായിട്ടോ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും ലം യകുൻ മിനൻ നാദിമീൻ, അയാൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരികയില്ല. അത് ഉറപ്പാണ്. സദഖ ചെയ്താൽ അതിന്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. അത് സദഖ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കണം, ഇത് കൊടുത്തതിന്റെ പേരിൽ ഇൻഷാ അല്ലാഹ് ഒരിക്കലും നമുക്ക് വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമുക്ക് ശൈത്താൻ ഇങ്ങനെ മനസ്സിൽ തോന്നിപ്പിക്കും, ഇത് കൊടുത്താൽ നാളെ എന്ന ആവശ്യമുണ്ട്, മറ്റന്നാൾ എന്ന ആവശ്യമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു വഴി നമുക്ക് കാണിച്ചു തരിക തന്നെ ചെയ്യും. അത് ഉറപ്പിച്ചാൽ നമുക്ക് സദഖ ചെയ്യാൻ സാധിക്കും. عن يحيى بن سعيد رحمه الله كان شعبة من أرق الناس. شعبة بن الحجاج അദ്ദേഹം വലിയ മുഹദ്ദിസാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഹദീസിന്റെ കാര്യത്തിൽ വലിയ ശിദ്ദത്തുള്ള ആളായിരുന്നു, കടുപ്പമുള്ള ആളായിരുന്നു. ഏതെങ്കിലും ഒരു ഹദീസിന്റെ റിപ്പോർട്ടറെ കുറിച്ച് എന്തെങ്കിലും കുറവ് കേട്ടാൽ അദ്ദേഹം വളരെ കടുത്ത ഭാഷയിൽ വിമർശിക്കുമായിരുന്നു. അങ്ങനെയുള്ള ആളാണ്. പക്ഷേ കാന മിൻ അറഖിൻ നാസ്, വളരെ ദയയുള്ള ഒരു മനുഷ്യനായിരുന്നു.
കാന റുബ്ബമാ മർറ ബിഹി സായിൽ, ഒരു യാചകൻ അദ്ദേഹം കണ്ടാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ ഫയദ്ഖുലു ബൈതഹു, വീട്ടിലേക്ക് കൊണ്ടുപോകും. ഫയുഅതിഹി മാ അംകനഹു, എന്നിട്ട് വീട്ടിൽ എന്താണ് ഉള്ളത് അതെടുത്ത് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഇതൊക്കെ സലഫുകളുടെ ജീവിതത്തിലുള്ള സംഭവങ്ങളാണ്. ഇനിയും ഇത്തരം ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് മാതൃകകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ കുറിച്ച് പറഞ്ഞതുപോലെ സ്വാലിഹീങ്ങളായ ആളുകളെ മാതൃകയാക്കുന്ന ആളുകളാണ് വിജയിക്കുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു മുൻഗാമികളായ മുർസലീങ്ങളെ മാതൃകയാക്കാനാണ് പറഞ്ഞത്. ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹു ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ജീവിതം നീ മാതൃകയാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറഞ്ഞതായി കാണാം, അൽ ഹികായാത്ത് അനിൽ ഉലമാ, ഉലമാക്കളെ കുറിച്ചുള്ള സംഭവങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങൾ അഹബ്ബു ഇലയ്യ മിൻ കസീരിൻ മിനൽ ഫിഖ്, കുറെ ഫിഖ്ഹിനേക്കാൾ എനിക്കിഷ്ടമാണ്. ലിഅന്നഹു ആദാബുൽ ഖൗം, കാരണം അത് വിജയികളായ ആ ഖൗമിന്റെ അദബാണ്. അവര് എങ്ങനെയാണ് ഇൽമ് അമലാക്കിയത് എന്നുള്ളതിന്റെ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ മാതൃകയാക്കാൻ പരമാവധി നമ്മൾ പരിശ്രമിക്കുക. ഒരു കവി പറഞ്ഞതുപോലെ തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും, നല്ല ആളുകളുടെ പോലെ അതുപോലെ ആവാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ അവരുമായി അവരെ അനുകരിക്കാൻ ശ്രമിക്കുക. അവരുടെ സ്വഭാവത്തിന്റെ ഒരു അംശമെങ്കിലും പകർത്താൻ ശ്രമിക്കുക. ഇന്ന തശബ്ബുഹ ബിൽ കിറാമി ഫലാഹു, മഹാന്മാരായ ആളുകളെ അനുകരിക്കുക എന്നുള്ളത് തന്നെ വിജയമാണ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു സംഭവത്തിൽ നിന്ന് ഒരു ഗുണപാഠം നമ്മൾ ഉൾക്കൊണ്ട് എന്തെങ്കിലും ചെറിയൊരു അമൽ നമ്മൾ ചെയ്താൽ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്തിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. അല്ലാഹു അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഖം വാടുന്നത് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഒരു ആളെടുത്ത് കൊടുത്തയച്ചാൽ അയാൾ കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് ഒരു ദയനീയതയുണ്ടാകും. ആ ദയനീയത കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അൻ മുഹമ്മദ് ബിൻ അബി ഹാത്തിം റഹിമഹുല്ലാഹ് കാന അൽ ബുഖാരി യതസദ്ദഖു ബിൽ കസീർ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ധാരാളം സദഖ ചെയ്യുമായിരുന്നു. യഖുദു ബിയദി സാഹിബിൽ ഹാജ മിൻ അഹ്ലിൽ ഹദീസ്, ഹദീസ് പഠിക്കുന്ന പണ്ഡിതന്മാരും വിദ്യാർത്ഥികളും ഒക്കെ ആയിട്ടുള്ള അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകളെ അദ്ദേഹം വിളിച്ചു കൊണ്ടുപോകും, അവരുടെ കൈപിടിക്കും, ദരിദ്രരായ ആളുകളുടെ. ഫയുനാവിലുഹു മാ ബൈനൽ 20 ഇല 30, അങ്ങനെ 20-30 ഒക്കെ ദിർഹം അവരുടെ കയ്യിൽ കൊടുക്കും. മിൻ ഗൈരി അൻ യശ്ഉറ ബിഹി അഹദ്, ആരും അറിയാത്ത രീതിയിൽ, ഒരാളെ കൈപിടിച്ചിട്ട് മൂന്നാമത്തെ ഒരാൾ കാണാത്ത രീതിയിൽ കയ്യിൽ അദ്ദേഹം 20-30 ഒക്കെ ദിർഹം വെച്ചു കൊടുക്കും. വകാന ലാ യുഫാരിഖുഹു കീസുഹു, അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു പണക്കിഴി ഉണ്ടാകും ഇമാം ബുഖാരിയുടെ അടുത്ത്. വറഅയ്തുഹു നാവല റജുലൻ മിറാറൻ സുറത്തൻ ഫീഹാ 300 ദിർഹം. ഒരു പ്രാവശ്യം ഒരാൾക്ക് അദ്ദേഹം പലതവണ ഒരേ വ്യക്തിക്ക് തന്നെ പണക്കിഴി കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഫീഹാ 300 ദിർഹം, 300 ദിർഹമിന്റെ കിഴികൾ ഒരേ ആൾക്ക് തന്നെ അദ്ദേഹം പല പ്രാവശ്യം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് മുഹമ്മദ് ബിൻ അബി ഹാത്തിം റഹിമഹുല്ലാഹ് പറയുന്നത്. ഇമാം ബുഖാരി അദ്ദേഹം മുഹദ്ദിസായിരുന്നു, ഇൽമു പഠിപ്പിക്കുന്ന ആളായിരുന്നു, അതിന്റെ കൂടെ ജനങ്ങൾക്ക് സ്വതക്ക ചെയ്യുന്ന ആളായിരുന്നു. കാരണം ഇഖ്ലാസോടുകൂടി ഇൽമു പഠിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ പണമുണ്ടെങ്കിൽ സ്വതക്കയും ചെയ്യും. കാരണം ഈ പണത്തെക്കാളും വലുതാണ് ഇൽമ്. അപ്പൊ ഇൽമു ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ഇഖ്ലാസോടുകൂടി ഒരാൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ഇൽമിന്റെ അത്ര വിലയുള്ളതല്ല പണം. ഒരു യഥാർത്ഥ ആലിമിന് ഇൽമിനേക്കാളും പണത്തിനോട് വിലയുണ്ടാവില്ല, സ്വാഭാവികമായിട്ട് അവർ കൊടുക്കും. അതാണ് ഇവരുടെയൊക്കെ ജീവിതത്തിൽ കാണുന്നത്. അൻ അഹ്മദ് ബിൻ യൂസുഫ് റഹിമഹുല്ലാഹ് ഖാല ലമ്മ അമില അബു ഉബൈദ് കിതാബ ഗരീബുൽ ഹദീസ്. അബു ഉബൈദ് അൽ ഖാസിം ഇബ്നു സല്ലാം റഹിമഹുല്ലാഹ്, അദ്ദേഹം ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വലിയൊരു ആലിമാണ്. അദ്ദേഹം ഗരീബുൽ ഹദീസ് എന്ന കിതാബ് എഴുതിയപ്പോൾ ഉരിദ അല അബ്ദുല്ലാഹി ബിൻ താഹിർ, അന്നത്തെ മറ്റൊരു മഹാനായ വ്യക്തിത്വമാണ് അബ്ദുല്ലാഹി ബിൻ താഹിർ റഹിമഹുല്ലാഹ്. ഫസ്തഹ്സനഹു, അദ്ദേഹം ഈ കിതാബ് വായിച്ചപ്പോൾ വളരെ നന്നായിട്ട് തോന്നി. വഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്ന അഖലൻ ബഅസ സാഹിബഹു അല അമലി മിസ്ലി ഹാദൽ കിതാബ്. ഇത്ര നല്ല ഒരു കിതാബ് എഴുതാൻ കഴിഞ്ഞ ഒരു വ്യക്തി, അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ച, അതിന് സഹായമായ ബുദ്ധി, അത്ര ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ, ലഹഖീഖുൻ അല്ലാ യുഹ്വജ ഇലാ തലബിൽ മആഷ്, അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും ജോലിക്ക് വേണ്ടി പോകാൻ പാടില്ല, മറ്റ് ദുനിയാവിന്റെ പിന്നിൽ പോകാൻ പാടില്ല, അങ്ങനെ ഒരു പണത്തിന് ആവശ്യക്കാരനാവാൻ പാടില്ല. അയാളുടെ കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ടെന്ന് അർത്ഥം. ഫഅജ്റാ ലഹു 10,000 ദിർഹം ഫി ഷഹർ, ഒരു മാസത്തിൽ 10,000 ദിർഹം അന്ന് മുതൽ അബൂ ഉബൈദ് റഹിമഹുല്ലാഹു തആലക്ക് ഇദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. അനി റബീഅ് റഹിമഹുല്ലാഹ്, റബീഅ് ഇബ്നു സുലൈമാൻ ഇമാം ഷാഫിയുടെ അടുത്ത ശിഷ്യനാണ്. അദ്ദേഹം പറയുന്നു, ഖാല കാന ശാഫിഈ മാറൻ ഫസഖത സൗതുഹു. ഇമാം ഷാഫി നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചാട്ടവാർ, വാഹനം ഒട്ടകമോ കുതിരയൊക്കെ ആയിരിക്കും, അതിനെ തെളിക്കാൻ ഉപയോഗിക്കുന്ന വടി താഴെ വീണുപോയി. ഫവസബ ഗുലാമുൻ വമസഹഹു ബികുമ്മിഹി വനാവലഹു. അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടി അത് കണ്ടപ്പോൾ
വേഗം പോയിട്ട് ആ വടിയെടുത്ത് തന്റെ കുപ്പായം കൊണ്ട് ആ വടിയിലെ മണ്ണ് തുടച്ച് അത് ഇമാം ഷാഫിക്ക് കൊടുത്തു. ഫഅഅതാഹു സബ്അത ദനാനീർ. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ആ കുട്ടിക്ക് 7 ദീനാർ 7 സ്വർണ്ണ നാണയം അവന് കൊടുത്തു. വഖാല റബീഅ്, അദ്ദേഹം തന്നെ പറയുന്നു, തസവ്വജ്തു, ഞാൻ വിവാഹം കഴിച്ചു. ഫസഅലനി ഷാഫിഈ കം അസ്ദഖ്തഹ, നീ എത്രയാണ് മഹർ കൊടുത്തതെന്ന് ചോദിച്ചു. ഖാല 30 ദീനാറൻ, 30 ദീനാർ എന്ന് പറഞ്ഞു. 30 ദീനാർ എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. ഫഅജ്ജൽതു മിൻഹാ 6, അതിൽ 6 ദീനാർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ബാക്കി 24 കടമാണ് എന്ന് പറഞ്ഞു. ഇപ്പൊ മഹർ കടമായിട്ട് കൊടുക്കാവുന്നതാണ്. ഫഅഅതാനി 24 ദീനാറൻ, ഇമാം ഷാഫി റഹിമഹുല്ലാഹ് ബാക്കി 24 ദീനാർ അദ്ദേഹത്തിന് കൊടുത്തു. عن محمد بن عبد الحكم رحمه الله قال كان الشافعي من أسخى الناس بما وجد. ഇമാം ഷാഫിഈ അദ്ദേഹം ഉള്ളത് കൊണ്ട് സദഖ ചെയ്യുന്ന ആളായിരുന്നു. എന്താണോ ഉള്ളത് അത് ചെലവഴിക്കുന്ന ആളായിരുന്നു. വകാന യമുറു ബിന, ഇടക്ക് എൻ്റെ അടുത്ത് അദ്ദേഹം വരും. ഫഇൻ വജദനി, എൻ്റെ വീട്ടിൽ എന്നെ കണ്ടാൽ അദ്ദേഹം എന്നെ കൊണ്ടുപോയി സൽക്കരിക്കുമ്പോൾ ഇല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ഇല്ലെങ്കിൽ അദ്ദേഹം പറയും, ഖൂലു ലി മുഹമ്മദ് ഇദാ ജാഅ യഅതിൽ മൻസിൽ. മുഹമ്മദ് ഇബ്നു അബ്ദുൽ ഹക്കം അദ്ദേഹം വീട്ടിലെത്തിയാൽ എൻ്റെ അടുത്തേക്ക് വരാൻ പറയണം, എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയണം. ഫഇന്നി ലാ അതഗദ്ദ ഹത്താ യജി, അദ്ദേഹം വരാതെ ഞാൻ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് ഇമാം ഷാഫി അദ്ദേഹത്തിന്റെ വീട്ടുകാരോട് പറയും. അൻ ശൈബത ഇബ്നു നുആമ ഖാല കാന അലി ഇബ്നുൽ ഹുസൈൻ യുബഖൽ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പിശുക്കനാണ് എന്ന ആളുകൾ ആരോപിക്കുമായിരുന്നു. അത്ര ധാരാളം സദഖ ചെയ്യുന്ന ആളായിട്ടല്ല അറിയപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത്. ഫലമ്മ മാത വജദൂഹു യഖൂതു 100 അഹ്ലി ബൈത്തിൻ ബിൽ മദീന. അദ്ദേഹം മരണപ്പെട്ടപ്പോൾ മദീനയിൽ 100 കുടുംബങ്ങൾ പട്ടിണിയായി അദ്ദേഹം മരിച്ചോടുകൂടി. ഇപ്പൊ രഹസ്യമായിട്ട് ഇവർക്ക് അദ്ദേഹമായിരുന്നു ഭക്ഷണം എത്തിച്ചുകൊണ്ടിരുന്നത്. ഖാല ജരീർ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ പറയുകയാണ്, ഇന്നഹു ലമ്മ മാത, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ വജദൂ ബിളഹിരിഹി ആഥാറൻ, അദ്ദേഹത്തിന്റെ പെരടിയിൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി അടയാളങ്ങൾ കണ്ടു. മിമ്മ കാന യഹ്മിലു ബില്ലൈലി അൽ ജിറബ ഇലൽ മസാക്കീൻ, മിസ്കീന്മാർക്ക് ഈ ധാന്യത്തിന്റെ ചാക്ക് വഹിച്ചു കൊണ്ടുപോയി കൊടുത്തതിന്റെ ഫലമായി അദ്ദേഹത്തിന്റെ പെരടിയിൽ അടയാളങ്ങൾ ഉണ്ടായിരുന്നു. عن عمرو بن دينار رحمه الله قال دخل علي بن الحسين على محمد بن أسامة ابن زيد. محمد بن أسامة بن زيد താബിഈയാണ്, ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. അദ്ദേഹത്തിന്റെ അടുത്ത് അലി ബിൻ ഹുസൈൻ റഹിമഹുല്ലാഹ് വരികയുണ്ടായി. ഫി മറദിഹി, ഇവർ രണ്ടുപേരും സ്വഹാബിമാരുടെ മക്കളാണ്, താബിഈങ്ങളാണ്. ഇദ്ദേഹം രോഗിയായി കിടക്കുകയാണ്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹുവിന്റെ മകൻ. ഫജഅല യബ്കി, അദ്ദേഹം കരയാൻ തുടങ്ങി, ഈ രോഗിയായി കിടക്കുന്നയാൾ. ഫഖാല മാ ശഅനുക, എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചു. ഫഖാല അലയ്യ ദൈൻ, എനിക്ക് കടങ്ങളുണ്ട്, അതോർത്തിട്ടാണ് കരയുന്നത്, അഥവാ മരിച്ചുപോയാൽ കടം ബാക്കിയാകും എന്നുള്ള വിഷമമാണ്. ഖാല കം ഹുവ, എത്രയാണ് കടം? ഖാല 15,000 ദീനാർ, 15,000 ദീനാർ. അത് വലിയൊരു സംഖ്യയാണ്, 15,000 ദീനാർ എന്നാണ്, 15,000 സ്വർണ്ണ നാണയം. ഖാല ഫഹുവ അലയ്യ, അദ്ദേഹം പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അൻ ഇബ്നു ജരീർ അത്ത്-തബരി റഹിമഹുല്ലാഹ്, ഇമാം ഇബ്നു ജരീർ അത്ത്-തബരി മുഫസ്സിർ, അദ്ദേഹം അന്നഹു കാന റുബ്ബമ അഹ്ദ ഇലൈഹി ബഅദു അസ്തിഖാഇഹി അശ്ശൈഅ ഫയഖ്ബലുഹു, അദ്ദേഹത്തിന് ആരെങ്കിലും എന്തെങ്കിലും ഹദിയ കൊടുത്താൽ അദ്ദേഹം അത് സ്വീകരിക്കും. വയുകാഫിഹു അദ്ആഫൻ ലിഅദമി മുറുഅതിഹി, അതിന്റെ ഇരട്ടി അദ്ദേഹം തിരിച്ചു കൊടുക്കും, അദ്ദേഹത്തിന്റെ മാന്യതയുടെ ഫലമായി. എന്ന് പറഞ്ഞാൽ ഒരു ഹദിയ വാങ്ങിയാൽ അതിന് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ള സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു, എന്തെങ്കിലും ഹദിയ കിട്ടിയാൽ അതോ അതിനേക്കാൾ നല്ലതോ തിരിച്ചു കൊടുക്കും, അങ്ങനെയായിരുന്നു അദ്ദേഹം ചെയ്യാറുള്ളത്. അനിൽ ഹുമൈദി റഹിമഹുല്ലാഹ്, ഇമാം ഹുമൈദി അറിയപ്പെട്ട മുഹദ്ദിസാണ്, ഇമാം ഷാഫിയുടെ ശിഷ്യനാണ്. ഖാല, അദ്ദേഹം പറയുന്നു, ഖദിമ ഷാഫിഈ സൻഅ, ഇമാം ഷാഫിഈ സൻഅയിൽ പോയി, യമനിലെ സൻഅയിലേക്ക് പോയി. ഫദുരിബത് ലഹു ഖൈമ, അവിടെ അദ്ദേഹത്തിന് താമസിക്കാൻ ഒരു ടെന്റ് ഉണ്ടാക്കി, താൽക്കാലികമായി താമസിക്കാൻ 1-2 ദിവസമൊക്കെ താമസിക്കാനാണ് ഒരു ടെന്റ് ഉണ്ടാക്കുക. വമഅഹു 10,000 ദീനാർ, അദ്ദേഹത്തിന്റെ കയ്യിൽ 10,000 ദീനാറുണ്ട്. ഫജാഅ ഖൗമുൻ ഫസഅലൂഹു, ഒരു കൂട്ടം ആളുകൾ വന്നിട്ട് ഇമാം ഷാഫിയോട് ചോദിക്കാൻ തുടങ്ങി, മിസ്കീന്മാരായ കുറെ ആളുകൾ അദ്ദേഹത്തോട് വന്നിട്ട് ചോദിക്കാൻ തുടങ്ങി. ഫമാ ഖുലിഅത്തിൽ ഖൈമതു വമഅഹു മിൻഹാ ശൈ, ആ ടെന്റ് അയച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ബാക്കി ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ ഏതാനും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹം ഈ മിസ്കീന്മാർക്ക് കൊടുത്ത് അത് മുഴുവനും തീർത്തു. عن أبي صالح كاتب الليث بن سعد رحمه الله, ലൈത്ത് ബിൻ സഅദ് അറിയപ്പെട്ട മുഹദ്ദിസാണ്, അദ്ദേഹത്തിന്റെ എഴുത്തുകാരനായ അബൂ സാലിഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നു, കുന്ന അലാ ബാബി മാലിക്, ഞങ്ങൾ ഇമാം മാലിക്കിന്റെ വാതിൽക്കലായിരുന്നു, വീടിനടുത്തായിരുന്നു. ഇമാം മാലിക്കും ലൈത്ത് ബിൻ സഅദും സമകാലികരാണ്. ലൈത്ത് ബിൻ സഅദ് റഹിമഹുല്ലാഹ് മിസ്രിയാണ്, ഇമാം മാലിക് മദീനയിലാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഇമാം മാലിക്കിന്റെ അടുത്ത് പോയി. അങ്ങനെ ഫംതന അനിൽ ഹദീസ്,
ഇമാം മാലിക് അദ്ദേഹം പുറത്തു വരുന്നില്ല. അദ്ദേഹം ഇവർക്ക് ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി, ക്ലാസ് എടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്നില്ല. ഫഖുൽതു, അപ്പൊ അദ്ദേഹം പറഞ്ഞു, മാ യുഷ്ബിഹു ഹാദാ സാഹിബന, ഈ ഇമാം മാലിക് നമ്മുടെ ഷെയ്ഖിനെ പോലെയല്ല. ലൈത്ത് ഇബ്നു സഅദ് എല്ലാവരെയും സ്വീകരിച്ച് പഠിപ്പിക്കുന്ന ആളായിരുന്നു. ഇമാം മാലിക്കിന്റെ കാര്യം അറിയപ്പെട്ടാണ്, അദ്ദേഹം വളരെ ഗൗരവമുള്ളൊരു വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹം പുറത്തു വരുന്നില്ല എന്ന് ഇവർ പറഞ്ഞു. ഖാല ഫസമിഅഹ മാലിക്കുൻ, അപ്പൊ വീട്ടിനകത്ത് നിന്ന് ഇമാം മാലിക് ഇത് കേട്ടു. ഫഅദ്ഖലന, ഞങ്ങളെ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചു. വഖാല മൻ സാഹിബുക്കും, ആരാണ് നിങ്ങളുടെ ഷെയ്ഖ്, നിങ്ങളിപ്പോ പറഞ്ഞ ഷെയ്ഖ് ആരാണ്? ഖുൽതു അല്ലൈത്ത്, ഞാൻ പറഞ്ഞു ലൈത്ത് ഇബ്നു സഅദാണ്. ഖാല തുഷ്ബിഹൂന ബിറജുലിൻ, എന്നെ നിങ്ങൾ ഒരാളോട് താരതമ്യം ചെയ്യുകയാണോ? അതായത് എന്നെ അദ്ദേഹത്തോട് താരതമ്യം ചെയ്യാൻ തന്നെ പറ്റില്ല, അത്രയും മഹാനാണ് അദ്ദേഹം. കതബ്തു ഇലൈഹി ഫി ഷൈഇൻ ഖലീൽ, ഒരിക്കൽ അദ്ദേഹത്തോട് ചെറിയൊരു സഹായം ഞാൻ ആവശ്യപ്പെട്ടു, ചിലപ്പോൾ കടമായിട്ടാവാം. നുസ്ബഗു സിയാബ സുബിയാനിന, നമ്മുടെ മക്കളുടെ വസ്ത്രത്തിൽ പിന്നെ കളർ പൂശാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ള ചെറിയൊരു സംഖ്യ ആവശ്യപ്പെട്ടു. ഫഅൻഫദ മിൻഹു മാ ബിഅന ഫദ്ലതഹു ബിഅൽഫി ദിനാർ, അദ്ദേഹം ഇങ്ങോട്ട് തന്നത്, അതിന് ആ ആവശ്യം കേട്ടിട്ട് അദ്ദേഹം തന്ന വസ്തു, അത് ഞങ്ങളുടെ ആവശ്യമൊക്കെ കഴിഞ്ഞ് അതിന്റെ ബാക്കി 1000 ദീനാർ ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ട്. അപ്പൊ അത്ര വലിയ ഉദാഹരണമായ ഒരു വ്യക്തിയാണ് ലൈത്ത് ഇബ്നു സഅദ്. അതുപോലെ അല്ല ഞാൻ എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി. അൻ മഖ്ഹൂൽ റഹിമഹുല്ലാഹ് താബിഇയാണ്, അന്നഹു കാന യുഅതി റജുല മിൻ അസ്ഹാബിഹി 50 ദീനാറൻ ثمن الفرس في الجهاد, അദ്ദേഹം യുദ്ധം ചെയ്യാൻ പോകുന്ന തന്റെ കൂട്ടുകാർക്ക് 50 ദീനാർ വീതം കൊടുക്കുമായിരുന്നു സഹായമായിട്ട്. ഖാല സഈദ് വകാന മഖ്ഹൂലുൻ യഖൂൽ, അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അഅതൈത ഫഅജ്ബിർ. മഖ്ഹൂൽ അശ്ശാമി റഹിമഹുല്ലാഹ് അറിയപ്പെട്ടൊരു താബിഈ ആലിമാണ്. അദ്ദേഹം പറയുമായിരുന്നു, ഇദാ അഅതൈത ഫഅജ്ബിർ, നീ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ അവന്റെ പ്രശ്നം പരിഹരിക്കണം. വെറുതെ എന്തെങ്കിലും കൊടുത്ത്, ചെറിയൊരു സംഖ്യ കൊടുത്ത് എന്താണ് സംഭവിക്കുക? ആ വാങ്ങിയ ആൾക്ക് ഒരു അപമാനമായി, പിന്നെ അവന്റെ ആവശ്യം നടക്കുന്നുമില്ല. അങ്ങനെ ചെയ്യരുത്. ഇതാ അഅതൈത ഫഅജ്ബിർ, നീ കൊടുക്കുകയാണെങ്കിൽ ആവശ്യക്കാരന്റെ ആവശ്യം പരിഹരിക്കണം എന്ന് അദ്ദേഹം പറയുമായിരുന്നു. അനി ശഅബി റഹിമഹുല്ലാഹ്, ഇമാം ശഅബി താബിഈയാണ്, ആമിർ ഇബ്നു ശറാഹീൽ അശ്ശഅബി, അദ്ദേഹം പറയുമായിരുന്നു, മാ മാതലി ഖറാബത്തുൻ വഅലൈഹി ദൈനുൻ ഇല്ലാ ഖളൈതുഹു അൻഹു, എന്റെ ബന്ധുവായ ഏതൊരാൾ മരിച്ചിട്ടുണ്ടെങ്കിലും അയാളുടെ കടം ഞാൻ വീട്ടാറുള്ളൂ. കടമുള്ള ഒരു ബന്ധു മരിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം ഞാൻ വീട്ടിയിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. جاءت امرأة فسألت حسان بن أبي سنان رحمه الله فقال لشريكه هكذا وأشار بأصبعيه السبابة والوسطى. ഹസ്സാൻ ഇബ്നു അബി സിനാൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്നിട്ട് സഹായം ചോദിച്ചു, യാചിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം തന്റെ പങ്കാളിയായ, തന്റെ പാർട്ട്ണറായ ആളോട് വിരല് ഇങ്ങനെ കാണിച്ചു, 2 വിരല്, ചൂണ്ടുവിരലും നടുവിരലും. ഫവസന ലഹാ മിഅതൈൻ, അദ്ദേഹം 200 ദിർഹമോ ദീനാറോ അവർക്ക് കൊടുത്തു. അതാണ് ഉദ്ദേശിച്ചത്, 2 വിരൽ കാണിച്ചത് 200 ആണ് ഉദ്ദേശിച്ചത്. ഫഖാലു യാ അബ അബ്ദില്ലാഹ്, അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു, കുൻത തുർലി ബിഹാദാ കദാ വകദാ മിൻ സാഇൽ, ഈ 200 ദിർഹം കൊണ്ട് അല്ലെങ്കിൽ ദീനാർ കൊണ്ട് ഒരുപാട് യാചകന്മാർക്ക് കൊടുക്കാമായിരുന്നു, ഒരുപാട് ആവശ്യക്കാർക്ക് കൊടുക്കാമായിരുന്നു, ഒരാൾക്ക് ഇത്രയും വലിയ സംഖ്യ കൊടുക്കേണ്ടിയിരുന്നില്ല എന്നർത്ഥം. ഫഖാല, ഹസ്സാൻ ഇബ്നു അബി സിനാൻ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നി ദഹബ്തു ഫീ ഷൈഇൻ ലം തദ്ഹബു ഫീഹി, നിങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു കാര്യം ഞാൻ ചിന്തിച്ചു, അതുകൊണ്ടാണ് ഇത്രയും കൊടുത്തത്. എന്താണ് കാര്യം? ഇന്നി റഅയ്തു ബിഹാ ബഖിയ്യതൻ മിന ശബാബ്, ആ യാചകയായ സ്ത്രീ അവളിൽ കുറച്ച് യുവത്വം ബാക്കിയുണ്ട്, എന്നാൽ പറ്റ വൃദ്ധയായിട്ടില്ല. വഖശീതു അൻ തഹ്മിലഹൽ ഹാജതു അലാ ബഅദി മാ യുക്റഹ്, അതുകൊണ്ട് ഇപ്പൊ ദാരിദ്ര്യം കൊണ്ട് വന്നതാണ്. ഇപ്പൊ ഈ ദാരിദ്ര്യം കാരണം അവൾ വല്ല ഹറാമും ചെയ്യുമോ എന്ന് ഞാൻ പേടിച്ചു പോയി, അതുകൊണ്ടാണ് വലിയ സംഖ്യ കൊടുത്തിട്ട് പറഞ്ഞയച്ചത് എന്നർത്ഥം. അപ്പോൾ മറ്റുള്ളവരുടെ ദീൻ സംരക്ഷിക്കാൻ വേണ്ടി, അത് ആരോ എന്നറിയാത്ത പരിചയമില്ലാത്ത ഒരു യാചകയായ സ്ത്രീയാണ്, അവൾ പോലും ഒരു ഫിത്നയിൽ പെടരുത് എന്നുള്ള നസീഹത്തായിരുന്നു അവിടെ മനസ്സിലുണ്ടായിരുന്നത്. അൻ ജരീർ ഇബ്നു അബ്ദുല്ലാഹ് റഹിമഹുല്ലാഹ് അന്ന സുലൈമാൻ അത്തൈമി ലം തമുർ സഅഅത്തുൻ ഖത്തു അലൈഹി ഇല്ലാ തസദ്ദഖ ബിശൈ. സുലൈമാൻ അത്തൈമി റഹിമഹുല്ലാഹ് അദ്ദേഹം 1 മണിക്കൂർ സദഖ ചെയ്യാതെ കഴിഞ്ഞു പോകുകയില്ല, ഓരോ മണിക്കൂറിലും അദ്ദേഹം സദഖ ചെയ്യുമായിരുന്നു. റക്കിബ ശുഅബ റഹിമഹുല്ലാഹ് ഹിമാറൻ ലഹു, ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് അറിയപ്പെട്ട മുഹദ്ദിസാണ്, അദ്ദേഹം കഴുതപ്പുറത്തിരിക്കുകയായിരുന്നു. ഫലഖിയഹു സുലൈമാൻ ഇബ്നുൽ മുഗീറ, അദ്ദേഹത്തിന്റെ സുഹൃത്തായ സുലൈമാൻ ഇബ്നുൽ മുഗീറ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ കണ്ടുമുട്ടി. ഫശക ഇലൈഹി, സുലൈമാൻ ഇബ്നുൽ മുഗീറ അദ്ദേഹത്തോട് പരാതി പറഞ്ഞു, ദാരിദ്ര്യത്തെ കുറിച്ച് ആയിരിക്കാം, തന്റെ പ്രയാസങ്ങളെ കുറിച്ച് പറഞ്ഞു. ഫഖാല ലഹു ശുഅബ, ശുഅബത്ത് ഇബ്നുൽ ഹജ്ജാജ് പറഞ്ഞു, വല്ലാഹി മാ അംലികു ഇല്ലാ ഹാദൽ ഹിമാർ, എന്റെ കയ്യിൽ ഈ ഒരു കഴുത മാത്രമേ ഉള്ളൂ സ്വത്തായിട്ട്. ثم نزل عنه ودفعه اليه, ആ കഴുത അദ്ദേഹത്തിന് കൊടുത്തു. അപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിലൊരു ബൈക്കൊക്കെ ഉള്ള പോലെയാണ് കഴുത എന്ന് പറയുന്നത്.
അത് അദ്ദേഹം കൊടുത്തു. ഇത് മാത്രമേ എന്റെ സ്വത്തായിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊടുത്തു. عن ابن رميح رحمه الله قال كان الليث بن سعد في كل سنة 80,000 دينار. كان دخل الليث بن سعد في كل سنة 80,000 دينار. ലൈത്ത് ബിൻ സഅദ് നേരത്തെ നമ്മൾ പറഞ്ഞ മുഹദ്ദിസ്, ഇമാം മാലിക്കിന് 1000 ദീനാർ കൊടുത്തയച്ച ആള്, അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരുമാനം 80,000 ദീനാറായിരുന്നു. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. മാ ഔജബ അല്ലാഹു അലൈഹി ദിർഹമൻ ബിസകാത്തിൻ ഖത്തു. അദ്ദേഹത്തിന് ഒരിക്കലും സക്കാത്ത് വാജിബായിട്ടില്ല. അദ്ദേഹം അതിനു മുമ്പ് തന്നെ സ്വതക്കയായി അത് കൊടുക്കുമായിരുന്നു. عن أبي حاتم سليم بن منصور رحمه الله قال سمعت أبي يقول دخلت على الليث بن سعد يوما. ലൈത്ത് ബിൻ സഅദിന്റെ വീട്ടിൽ ഞാൻ ഒരു ദിവസം പോയി. وعلى رأسه خادم يغمزه. അദ്ദേഹത്തിന്റെ തലയുടെ അടുത്ത് അദ്ദേഹത്തിന്റെ ഖാദിമ് വേലക്കാരനെടുത്ത് ഇരുന്ന് അദ്ദേഹത്തിന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തല തടവി കൊടുക്കുന്നുണ്ട്. ഫഖറജ. അങ്ങനെ ആ വേലക്കാരൻ എന്നെ കണ്ടപ്പോൾ പുറത്തിറങ്ങി. ثم ضرب الليث بيده الى مصلاه. അങ്ങനെ ഇദ്ദേഹം പുറത്തു പോയപ്പോൾ ലൈത്ത് ബിൻ സഅദ് തന്റെ മുസല്ലയിലേക്ക് കൈനീട്ടി. ഫസ്തഖ്റജ മിൻ തഹ്തിഹി കീസൻ. എന്നിട്ട് ആ മുസല്ലയുടെ അടിയിൽ നിന്ന് ഒരു കിഴി പുറത്തെടുത്തു. ഫീഹി 1000 ദീനാർ. അതിൽ 1000 ദീനാർ ഉണ്ടായിരുന്നു. ثم رمى به الي. എന്നിട്ട് അത് എനിക്ക് നേരെ ഇട്ടു തന്നു. ثم قال. എന്നിട്ട് പറഞ്ഞു ലാ തുഅലിം ബിഹാ ഇബ്നി ഫതഹൂനു അലൈഹി. ഞാനിത് തന്നത് എന്റെ മകൻ അറിയരുത്. മകൻ അറിഞ്ഞാൽ ഫതഹൂനു അലൈഹി, അവൻ നിന്നെ പിന്നെ വിലവെക്കുകയില്ല. അതുകൊണ്ട് എന്റെ മക്കൾ ഇത് അറിയരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. عن السلط بن بسطام التيمي رحمه الله عن أبيه قال كان حماد بن أبي سليمان يزورني. إمام حماد بن سليمان എന്നെ സന്ദർശിക്കുമായിരുന്നു. ثم يقيم عندي سائر اليوم ولا يطعم شيئا. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം എൻ്റെ അടുത്തിരിക്കും, ഭക്ഷണമൊന്നും കഴിക്കില്ല. അപ്പൊ മിസ്കീനായ ഒരാളാണ് പറയുന്നത്, അയാളുടെ വീട്ടിലൊന്ന് വെറുതെ ഇരിക്കും. ഫൈദാ അറാദ യൻസരിഫ്. അങ്ങനെ പിരിഞ്ഞു പോകാനായാൽ ഖാലൻദുറില്ലദീ തഹ്തൽ വിസാദ. നിന്റെ തലയണക്ക് കീഴിൽ നീ നോക്കുക, തലയണ എടുത്ത് നോക്കണം. ഫമുർഹും യൻതഫിഉ ബിഹി. അത് ആവശ്യത്തിന് ചെലവഴിക്കാൻ നിന്റെ വീട്ടുകാരോട് പറഞ്ഞേക്കുക എന്ന് അദ്ദേഹം പറയും. ഖാല ഫഅജിദു ദറാഹിമൽ കസീറ. തലയണ നോക്കുമ്പോൾ അതിനിടയിൽ ധാരാളം ദിർഹം ഉണ്ടാകും, ധാരാളം പണം അദ്ദേഹം വെച്ചിട്ടുണ്ടാകുമായിരുന്നു. عن أبي خلدة رحمه الله قال دخلنا على محمد بن سيرين أنا وعبد الله بن عون. താബിഈങ്ങളാണ് മുഹമ്മദ് ബിൻ സീരീനും അബ്ദുല്ലാഹി ബിൻ ഔനും ഒക്കെ. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഔനും അതുപോലെ അബൂ ഖൽദ റഹിമഹുല്ലാ ഇവര് മുഹമ്മദ് ബിൻ സീരീൻ റഹിമഹുല്ലയുടെ അടുത്തേക്ക് പോകും. ثم قال فرحب بنا ثم قال. അദ്ദേഹം ഞങ്ങളെ സ്വാഗതം ചെയ്യും. ثم قال. എന്നിട്ട് പറയും ما أدري ما أتحفكم. എന്താണ് നിങ്ങൾക്ക് തരേണ്ടതെന്ന് എനിക്കറിയില്ല. كل رجل منكم في بيته خبز ولحم. ഖുബ്സും ഇറച്ചിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും. അപ്പോൾ അദ്ദേഹം തന്റെ സുഹൃത്തുക്കളെ പരമാവധി സന്തോഷിപ്പിക്കാൻ നോക്കുകയാണ്. അപ്പോൾ അവർക്ക് സാധാരണ ഭക്ഷണം അത് എല്ലാവരും കഴിക്കുന്നതാണ്, അതുപോരാ. വലാകിൻ സൗതുഇമുക്കും ഷൈഅൻ ലാ അറാഹു ഫീ ബുയൂതിക്കും. നിങ്ങളുടെ വീട്ടിലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ഒരു വസ്തു ഞാൻ തരാം. ഫജാഅ ബിശഹദ ഫകാന യഖ്തഉ ബിസ്സികീനി വയുലഖിമുന. അദ്ദേഹം പിന്നെ തേൻ കൊണ്ടുവരും. തേൻ എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടോടുകൂടിയുള്ള തേൻ. എന്നിട്ട് അത് മുറിച്ചെടുത്ത് ഞങ്ങളുടെ വായിൽ വെച്ച് തരുമായിരുന്നു. അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ എന്തെങ്കിലും സാധനം വീട്ടിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കൊടുത്ത് തന്റെ കൂട്ടുകാരെ അദ്ദേഹം സന്തോഷിപ്പിക്കുമായിരുന്നു. عن شعيب بن الليث بن سعد رحمه الله. ഇമാം ലൈത്ത് ബിൻ സഅദിന്റെ മകൻ അദ്ദേഹം പറയുകയാണ് ഖറജ്തു മഅ അബി ഫഖദിമ അൽ മദീന. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സംഭവം, ഇന്നലെ പറഞ്ഞിരുന്നു. എന്റെ ഉപ്പയുടെ കൂടെ ഞാൻ മദീനയിലേക്ക് പോയി. ഫബഅസ ഇലൈഹി മാലിക് ബിൻ അനസ് ബിതബഖിൻ റുതബിൻ. ഇമാം മാലിക് ഒരു പാത്രം നിറച്ച് റുതബ് ഈത്തപ്പഴം കൊടുത്തയച്ചു. ഈത്തപ്പഴം പഴുത്ത് ഉണങ്ങുന്നതിന് മുമ്പുള്ളതാണ് റുതബ്. അത് ഇമാം മാലിക് റഹിമഹുല്ലാഹ് കൊടുത്തയച്ചു. ഫജഅല അല തബഖി 1000 ദീനാരിൻ വറദ്ദഹു ഇലൈഹി. അതേ പാത്രത്തിൽ 1000 ദീനാർ നിറച്ചിട്ട്, അത്രയും സ്വർണം നിറച്ചിട്ട് ലൈത്ത് ബിൻ സഅദ് റഹിമഹുല്ലാഹ് ഇമാം മാലിക്കിന് തിരിച്ചു കൊടുത്തയച്ചു. അനിൽ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ്. ഇമാം ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയാണ് ഖാല അദ്റക്തു അഖ്വാമൻ. ഞാൻ കുറെ ആളുകളെ കണ്ടിട്ടുണ്ട്, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇമാം ഹസൻ ബസ്രി ഞാൻ കണ്ട ആളുകൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സഹാബത്തായിരിക്കും. കാരണം അദ്ദേഹം കിബാറു താബിഈൻ, താബിഈങ്ങളുടെ കൂട്ടത്തിലെ മുതിർന്ന ആളുകൾപ്പെട്ട ആളാണ് ഇമാം ഹസൻ ബസ്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വലിയൊരു താബിഈയാണ്. അദ്ദേഹം പറയുകയാണ് അദ്റക്തു അഖ്വാമൻ, ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട്. കാനു യഅ്സിമൂന അലാ അഹാലിഹിം, അവർ തങ്ങളുടെ വീട്ടുകാരോട് പറയും അല്ലാ തറുദ്ദു സായിലൻ, ചോദിച്ചു വരുന്ന ഒരാളെയും മടക്കി വിടരുത് എന്ന് വീട്ടുകാരോട് പറയുമായിരുന്നു. അപ്പൊ തങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് ആരെങ്കിലും ഒന്ന് ചോദിച്ചാലും
അവരെ മടക്കിവിടരുത് എന്ന് നിർബന്ധിക്കുമായിരുന്നു. ഇത്രയും സംഭവങ്ങളാണ് ഈ ബാബിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഖ്ലാഖിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശമാണ് സദഖ എന്നുള്ളത്, ഇഹ്സാൻ, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. അത് മാതൃകയാക്കിയിട്ടാണ് സലഫ് സാലിഹ്യങ്ങൾ ഇങ്ങനെ ആയിപ്പോയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അവർ ഇത്തിബാ ചെയ്തതാണ്. ഇതാണ് ഇത്തിബാ എന്ന് പറയുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവങ്ങൾ, അതുപോലെ സലഫ് സാലിഹ്യങ്ങളുടെ സ്വഭാവങ്ങൾ നമ്മുടെ കഴിവിന്റെ പരമാവധി പിന്തുടരാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.